വിദ്യാർത്ഥികളുടെ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ വകുപ്പിന് പരീക്ഷണം. 10ാം ക്ലാസ്സിലെയും +1ലെയും അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ഓൺലൈൻ ട്രെയിനിങ് സൈറ്റുകളിൽ ചോർന്നു കിട്ടിയതുമായി ബന്ധപ്പെട്ട വിവാദമാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കുന്നത്. സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരിലേക്കടക്കം അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഓൺലൈൻ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. MS സൊല്യൂഷൻസിന്റെ ഉടമ കഴിഞ്ഞ ഈ വാർത്ത വിവാദമായതിനെ തുടർന്ന് അദ്ദേഹം എവിടെയാണ് എന്ന് ബന്ധുക്കൾക്ക് പോലും അറിയാൻ കഴിയാത്ത വിധത്തിൽ സുരക്ഷിതരാണ്. നമ്മുടെ പോലീസിന് അത്തരം പൊൻതൂവലുകൾ ഏറ്റവും നന്നായി ഇണങ്ങുന്നത് കൊണ്ട് അദ്ദേഹം എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഒരു അർദ്ധവാർഷിക പരീക്ഷയാണ്. ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് കൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടോ എന്ന് ലഘൂകരിക്കുന്നവരുമുണ്ട്. ഒരു പക്ഷേ പരീക്ഷ വീണ്ടും നടത്തേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയായിരിക്കും, ബോർഡ് എക്സാം അല്ല എന്നുള്ളത് കൊണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട പരീക്ഷകൾ വരാനിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട സുതാര്യത, അതിൻ്റെ സുരക്ഷ, പൊതുപരീക്ഷകളിലെ അടക്കം ഇത്തരം സുരക്ഷാ വീഴ്ചകൾ ബാധിക്കുമോ എന്നടക്കമുള്ള ആശങ്കകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ വിഷയം ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ചയ്ക്കായി എടുക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ഇടവ സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, KPSTയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PK അരവിന്ദൻ, MSFൽ നിന്ന് ശ്രീ CK നജാഫ്, AYFൽ നിന്ന് KV റാഷിദ് എന്നിവർ നമ്മളോടൊപ്പം ചർച്ചയിൽ തത്സമയം. ശ്രീ റെജി ലൂക്കോസ്, അങ്ങ് കേൾക്കാമോ? കേൾക്കാം. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോ ഏത് ഫോമാറ്റിലുള്ളതാണ് എങ്കിലും സംസ്ഥാനത്തൊരു പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോരുക എന്ന് പറയുന്നത് ഗൗരവതരമായ വിഷയമാണ്. വിദ്യാഭ്യാസ മന്ത്രി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. അന്വേഷണം നടക്കുന്നുണ്ട്, മറ്റു പലതുമുണ്ട്. ഈ ഗൗരവകരമായ വീഴ്ചയുടെ ഉത്തരവാദിത്തം ആരിൽ നിക്ഷിപ്തമാണ്? തീർച്ചയായിട്ടും അത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. 10ാം ക്ലാസ്സിലെയും +1ൻ്റെയും ഇംഗ്ലീഷ് കണക്ക് ചോദ്യപേപ്പറുകൾ ചോർന്നു എന്ന് പറയുന്നത് നിസ്സാര ഒരു കാര്യമല്ല. കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും അത് അതീവ ഗൗരവമായിട്ടെടുക്കുകയും വിദ്യാഭ്യാസ ഡയറക്ടർ DGPക്കും അതുപോലെ സൈബർ സെല്ലിനും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ പാടില്ലാത്തെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതിനാരും ന്യായീകരിക്കാൻ പറ്റില്ല. നമ്മുടെ കുട്ടികളുടെ ഭാവിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരം മോശമായ പ്രവണതകൾ ഒരിക്കലും ഒരു പൊതുസംസ്കാരത്തിനും വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് ചേർന്നല്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. തന്നെയുമല്ല ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ചില DOമാർ AEOമാർ അതുപോലെ ചില അധ്യാപകർ ഇത്തരം ഓൺലൈൻ സൈറ്റുകളിലൂടെ ക്ലാസ് എടുക്കുകയും സ്വകാര്യ ട്യൂഷൻ എടുക്കുകയും അവരുടെ ലോബിയാണ് അവർ എടുക്കുന്ന കുട്ടികൾ, അവർ ട്യൂഷൻ എടുക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുകയും ചെയ്യുന്ന കുട്ടികളെ വിജയിപ്പിക്കാനായിട്ട് വലിയ തുക കൈപ്പറ്റിക്കൊണ്ട് ഈ നടത്തിയതെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സർക്കാരിനെ സംബന്ധിച്ചുള്ള അതീവ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. അടുത്ത ദിവസം തന്നെ വിദ്യാഭ്യാസ ഡയറക്ടറും മിനിസ്റ്ററും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഈ ഒരു പിഴവിന് കർശനമായ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുമെന്നുള്ളവരും മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. മന്ത്രി ഒന്നും നിഷേധിച്ചിട്ടില്ല. അതാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും ഇത് ചോർന്നതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറൻ്റായിട്ട് തന്നെ അദ്ദേഹം കേരളീയ പൊതുസമൂഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞു. നിർഭാഗ്യകരമൊന്നുമല്ല, ഇത് അതീവ ശിക്ഷാർഹമായിട്ടുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. നന്നായിട്ട് പഠിച്ച് കഷ്ടപ്പെട്ട് പേപ്പർ ഉത്തരക്കടലാസിൽ അവരുടെ ഉത്തരങ്ങൾ പകർത്തുന്ന കുട്ടികളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ ലോബി ഒരു എന്താ പറയുക യൂട്യൂബ് ചാനലിൻ്റെ സപ്പോർട്ടോടുകൂടി മറ്റു കുട്ടികളെ ഒരു നിലവാരം കുറഞ്ഞ കുട്ടികൾക്ക് പോലും എല്ലാ ഉത്തരങ്ങളും 80% ചെറിയ ലോബി എന്നെങ്ങനെയാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുക? അതായത് സംസ്ഥാനത്ത് ഏറ്റവും സുരക്ഷിതത്വത്തോടെ കൂടി തയ്യാറാക്കുന്ന ചോദ്യപേപ്പർ ഇത് വഴിയെ പോകുന്നവരും വരുന്നവരും തയ്യാറാക്കുന്ന ഒന്നല്ല. അധ്യാപകരുടെ നേതൃത്വത്തിൽ അതിന് കൃത്യമായ സംവിധാനങ്ങളുണ്ട്. അവിടെ നിന്ന് ഈ ചോദ്യപേപ്പർ ചോർത്തണമെങ്കിൽ അതൊരു യൂട്യൂബ് ചാനലിൽ വെറുതെ ശ്രമിച്ചാൽ കഴിയുന്ന ഒന്നല്ല. കൃത്യമായി അതിനൊരു നെറ്റ്വർക്ക് ഉണ്ടാകണം. അതെങ്ങനെ ഉണ്ടാകണം? അതിനോട് ചേർന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്ന അധ്യാപകരടക്കമുള്ള ആളുകൾ അതിൻ്റെ ഭാഗമാക്കായിട്ടുണ്ടെങ്കിൽ ഒന്നീ സംവിധാനത്തെ പേടിയില്ല, നിയമത്തെ പേടിയില്ല, ഇവിടെ ആരും ചോദിക്കാനില്ല എന്ന അമിത ആത്മവിശ്വാസം അവർക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത്, ഈ സംസ്ഥാനത്ത് അത് സാധ്യമാകുന്നു എന്നുള്ളതാണ്. നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നാട്ടിൽ ഒന്നാമതാണ്. നമ്മുടെ പരീക്ഷകൾ സംബന്ധിച്ചുള്ള ക്രെഡിബിലിറ്റി വലുതാണ്. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ ഒരു സ്കിൽ വലുതാണ് എന്നൊക്കെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ആളുകളല്ലേ. ഇവിടുത്തെ പരീക്ഷാ സംവിധാനം ഇങ്ങനെയൊക്കെയാണ്, ചോദ്യം അങ്ങ് വീട്ടിൽ വരും, അല്ലെങ്കിൽ ഒന്ന് നെറ്റിൽ പരതിയാൽ കിട്ടും എന്നുള്ളതാണോ? അല്ല, ഈ ഒരു നിർഭാഗ്യകരമായ രീതിയിലുള്ള സംഭവത്തിന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെയും
നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെയും പരീക്ഷകളെയും അടങ്കലം നമ്മൾ കുറ്റപ്പെടുന്നതിൽ അർത്ഥമില്ല. അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാകും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും സുതാര്യമായി ഏറ്റവും സ്ട്രിക്റ്റായിട്ട് പരീക്ഷകൾ നടത്തുകയും അതിൽ പിന്നെ രാജ്യാന്തര തലത്തിൽ തന്നെ പ്രശംസ നേടിയിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പാണ് കേരളത്തിലേത്. അത് ഏത് സർക്കാർ ഭരിച്ചാലും. പക്ഷേ ചോദ്യപേപ്പറുകൾ ഇത് ആദ്യമായിട്ടില്ല. ഇതിനു മുമ്പ് പലപ്പോഴും ചോദ്യപേപ്പറുകൾ കാലങ്ങളായിട്ട് തന്നെ ചോർന്ന സംഭവമുണ്ട്. പക്ഷേ ഇത് അതിലും ഗൗരവം അർഹിക്കുന്ന ഒരു സംഭവം തന്നെ. അതിൽ യാതൊരു സംശയമില്ല. ഈ കാര്യത്തിന് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ലജ്ജാകരമാണ്. അതുകൊണ്ടാണല്ലോ ബഹുമാനോടെ മന്ത്രി അത് തുറന്ന് സംഭവിച്ചത്. അത് പരിഹരിക്കാനായിട്ടുള്ള, അതായത് 3 ലെയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സിസ്റ്റമാണ് നമ്മുടെ കേരളത്തിൽ. അത് ഇന്ത്യയിൽ ആ രീതിയിൽ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് കേരളത്തിലാണ്. തന്നെയല്ലേ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രസ്സിൽ കേരളത്തിന് വെളിയിലാണ് ഇത് പ്രിന്റ് ചെയ്യുന്നത്. അത് 14 ജില്ലകളിലെയും വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിൽ എത്തിച്ചിട്ടാണ് അതാത് സ്കൂളുകളിലേക്ക് ഇത് വിതരണം ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു തരത്തിലും സംഭവിക്കാൻ പാടില്ലാത്ത പിന്നെ സംഭവിച്ചു. ആ സംഭവിച്ചതിനെ എങ്ങനെയാണ് അതിനെ പരിഹരിക്കണം എന്നുള്ളവരും സർക്കാർ അടിയന്തരമായിട്ട് തന്നെ യോഗം കൂടുന്നു. തന്നെയല്ല കർശനമായ നടപടികൾ സ്വീകരിക്കുന്നു. ഇതിന് കൂട്ടുനിന്നവരെ ശിക്ഷിക്കുമെന്ന് ഉറപ്പ് വന്നിരിക്കുന്നു. നമുക്കിപ്പോൾ അതിലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും നമ്മുടെ പൊതു എക്സാമിനേഷനെയും കാലങ്ങളായിട്ട് തന്നെ നമ്മൾ ഇത് തെറ്റാന്ന് വ്യാഖ്യാനിക്കുന്നത് അതൊരു തെറ്റായ ഇമേജ് കേരളം നേടിയെടുത്തിരിക്കുന്ന വിദ്യാഭ്യാസ അടിത്തറയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് അത് പോകരുന്നൊരു അപേക്ഷയുണ്ട്. പക്ഷേ ഇത് വളരെ മാധു പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവര് എന്താ പറയുക ഉത്തരങ്ങൾ കണ്ടെത്തുന്ന കുട്ടികളുടെ ഇങ്ങനൊരു വീഴ്ചയുണ്ടായെന്ന് തുറന്ന് സമ്മതിക്കുന്നത് കൊണ്ട് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. കാരണം ആ വീഴ്ചയുണ്ടായി എന്നുള്ളത് ആ യൂട്യൂബ് ചാനലിൽ ഏതാണ്ട് 90% ചോദ്യങ്ങളുമാണ് പുറത്തു വരുന്നത്. ഇത് ഈച്ചക്കോപ്പി അടിച്ചില്ല എന്നുള്ള ഒറ്റ കാരണം വെച്ചുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് കൊച്ചു കുട്ടികൾക്ക് വരെ മനസ്സിലാകുന്ന ഒന്നാണ്. അത് അവരുടെ മുന്നിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ തുറന്ന് സമ്മതിക്കുക എന്ന് പറയുന്നത് മറ്റ് ഗത്യന്തരമില്ലാത്ത സാഹചര്യമാണ്. അതൊരു വലിയ ഉദാരമായ സമീപനം എന്ന നിലയ്ക്ക് കാണേണ്ടതില്ല. ഈ സംവിധാനത്തിൽ ഇങ്ങനെ ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അന്വേഷണം നടത്തുക എന്ന് പറയുന്നതും വലിയ ഔദാര്യമല്ല, അത് നടത്തേണ്ടതാണ്. കാരണം പട്ടാപ്പകൽ പോലെ വ്യക്തമായി പോയിട്ടുള്ള ഒരു കെടുകാര്യസ്ഥതയാണ്. അതിൽ അന്വേഷണം നടത്തുക എന്ന് പറയുന്നതും ആരുടെയും ഔദാര്യമല്ല. ഈ പറയുന്ന വീഴ്ചകൾ ഉണ്ടാകാതെ ഇരിക്കാൻ ജാഗ്രതയുണ്ടാവുക എന്നുള്ളതാണ് ഉത്തരവാദിത്തം. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ KP അരവിന്ദൻ, ഇതിപ്പോ വളരെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ പറയുന്ന എല്ലാ ചോദ്യപേപ്പറുകളും തയ്യാറാക്കുന്നത്. 8, 9, 10 ക്ലാസ്സിലേക്കാണെങ്കിൽ ഡയറ്റുകൾ ഇത് തയ്യാറാക്കുന്നു. അത് 2 സെറ്റ് തയ്യാറാക്കുന്നു. അതിന് മുകളിലേക്കുള്ളതാണ് എങ്കിൽ അതിനേക്കാൾ കർശനമായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ഹയർ സെക്കൻഡറി ചോദ്യപേപ്പറുകളൊക്കെ തയ്യാറാക്കുന്നത്. സംസ്ഥാനത്ത് പുറത്തുള്ള കോൺഫിഡൻഷ്യൽ പ്രസ്സിലാണ് അത് പ്രിന്റ് ചെയ്യുന്നത്. SLC ചോദ്യപേപ്പറുകൾ DO ഓഫീസിലേക്കും +2 ചോദ്യപേപ്പറുകൾ പരീക്ഷാ സെന്ററുകളിലേക്കും നേരിട്ടെത്തിക്കുകയാണ്. ഇങ്ങനെ പലതുമാണ്. ഇതിനിടയിൽ എവിടെ ചോർച്ചയുണ്ടായി എന്നാണ്? ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇത് ഈ വർഷത്തെ ആദ്യത്തെ സംഭവമല്ല. ചോദ്യപേപ്പർ നേരത്തെ ഓണപരീക്ഷയ്ക്ക് ചോർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇത് സംബന്ധിച്ച് പരാതികൾ നൽകിയിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്കും ചോദ്യപേപ്പർ ചോർന്നിരുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച് എൻ്റെ KPST എന്ന് പറയുന്ന സംഘടന ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നു. ഇത് അതിനേക്കാൾ ഗൗരവതരമായി ഒരു യൂട്യൂബ് ചാനലുകാരൻ ചോദ്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ഇന്ന് ചോദ്യങ്ങൾ ഒരു മാഷ് എഴുതിയ ഒരു കുറിപ്പുണ്ട്. മോർണിംഗ് ക്ലാസ്സിൽ വന്നിട്ട് കുട്ടി ഇങ്ങോട്ട് ഒരു പ്രത്യേക ചോദ്യങ്ങൾക്ക് ചോദ്യം ചോദിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി വ്യഗ്രതപ്പെടുന്ന തരത്തിലേക്ക് 1, 2 ചോദ്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ചോദ്യങ്ങളും അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത് തന്നെ വരുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്കും ഈ കഴിഞ്ഞ ഓണപരീക്ഷയ്ക്കും ഇത് സംബന്ധിച്ച് പരാതികൾ ഉണ്ടായിട്ടും ഉയർന്നിട്ടും ഈ കാര്യത്തിൽ ഗൗരവതരമായ ഒരു അന്വേഷണം നടത്താനോ കുറ്റക്കാരെ കണ്ടെത്താൻ ശ്രമിക്കാത്തതോ ആണ് ഇത് ഈ സംസ്ഥാനത്ത് വലിയ പ്രശ്നമൊന്നുമില്ലാതെ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള രീതിയിലേക്ക് കുറ്റം ആവർത്തിക്കുന്ന രീതിയിലേക്ക് ഈ സൊല്യൂഷൻസും സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകളൊക്കെ മാറുന്നത്. അപ്പോൾ ഒരു ക്രൈം നടന്നു, മുൻകൂട്ടി കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നാൽ പോലും ആ ക്രൈമിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുക, അത് ഗൗരവമില്ലാത്തൊരു വിഷയമായി കാണുക, ആ രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളൊക്കെ ഇത് കൃത്യമായി പാലിച്ചാണോ മുന്നോട്ട് പോകുന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. SCRT എന്ന് പറയുന്ന ഒരു ഏജൻസി, ഗവേഷണ ഏജൻസിയാണ്. പക്ഷേ അവർക്ക് ഈ പരീക്ഷാ പേപ്പർ 8, 9, 10 തയ്യാറാക്കുന്ന ഡയറ്റിൻ്റെ മുകളിൽ
കേരള സംസ്ഥാനത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാത്ത അവസ്ഥയാണ്. അവർ തയ്യാറാക്കുന്നു, അവർ തന്നെ വിതരണം ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് പോകുന്ന സമയത്ത് ഇതിനൊരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിൽ SCRTയുടെ വേണ്ടത്ര മേൽനോട്ടം ഇല്ലാത്ത രീതിയിൽ ഡയറ്റുകൾ നേരിട്ട് CAPT എന്ന് പറയുന്ന പ്രിൻറ്റിംഗ് പ്രസ്സിലേക്ക് കൊടുക്കുന്നു. അവർ അവിടുന്ന് BRCകളിലേക്കും CRCകളിലേക്കും നേരിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ അത് വിദ്യാലയത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ആയിരിക്കണം ചോർച്ച ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ചോർച്ച ഉണ്ടാവുമ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നേരിട്ട് അധ്യാപകരാണ്, DOമാരാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമാണ് എന്ന് പറഞ്ഞൊരു സാമാന്യവൽക്കരണം നടത്തി അവരെ കുറ്റക്കാരായി പ്രഖ്യാപിക്കുന്നത് ആരായാലും ശരിയല്ലാത്ത ഒരു രീതിയാണ്. പക്ഷേ ഈ കാര്യത്തിൽ ആരാണോ തെറ്റ് ചെയ്തിരിക്കുന്നത് അവർ കർശനമായി ശിക്ഷിക്കപ്പെടണം. ശരിയാണ്, ഒരു അന്വേഷണം തുടങ്ങിയ സ്ഥിതിക്ക് എന്ന് പറയാം. പക്ഷെ അങ്ങ് തന്നെ പറഞ്ഞു ഇത് ആദ്യത്തെ സംഭവമല്ല. മുൻപ് പാരലൽ കോളേജുകൾക്ക് ചോദ്യപേപ്പർ ചോർത്തി കൊടുക്കുന്ന അധ്യാപകരുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിന് സമാനമായി ഇപ്പോൾ ഈ പറയുന്ന യൂട്യൂബ് ചാനലുകൾക്ക് എന്തൊരു മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഈ പറയുന്ന യൂട്യൂബ് ചാനലുകൾ എന്നൊക്കെ പറയുന്നത്. അതും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ആളുകൾ വരിക, കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊറ്റ ലക്ഷ്യത്തിന്റെ പേരിലാണ്. ഈ പറയുന്ന സ്ഥാപനത്തിനെതിരെ തന്നെ മറ്റു ചില പരാതികൾ കൂടിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നീട് അതിലേക്ക് വരികയും ചെയ്യാം. അവർക്ക് ഈ ചോദ്യപേപ്പർ ചോർത്തി കൊടുക്കുക എന്ന് പറയുന്നത് വെറുതെ ഒരു രസത്തിന് ചെയ്യുന്നതല്ലോ. സ്വാഭാവികമായും അതിൽ സാമ്പത്തിക താല്പര്യം ഉണ്ടാകും. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥരോ അധ്യാപകരോ അല്ലാതെ എങ്ങനെ ഇത്രയും കോൺഫിഡൻഷ്യലായി കൈകാര്യം ചെയ്യുന്ന ചോദ്യങ്ങൾ കൈമാറിക്കിട്ടും? ഇതേ സ്ഥാപനത്തിനെതിരെ ഇതിന് മുൻപും പരാതി ഉണ്ടായിട്ടുണ്ട്. ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടായിട്ടുണ്ട്. ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് പരാതി ഉണ്ടായിട്ടുണ്ട്. ഇതിൽ കൃത്യമായി കാണേണ്ട ഒരു കാര്യം, ഈ പരീക്ഷാ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്ന ഏജൻസികളെ, ഫാക്കൽറ്റികളെ, അധ്യാപകരാണെങ്കിലും ആരാണെങ്കിലും അത് തിരഞ്ഞെടുക്കുന്നത് തന്നിഷ്ടക്കാരെയാണ്. ഭരണപക്ഷവുമായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ ബന്ധമുള്ള ആളുകളെ മാത്രമാണ് ഇതിൻ്റെ അകത്ത് വെക്കുന്നത്. കേരളത്തിൽ പാഠപുസ്തക പരിഷ്കരണത്തിലായാലും ചോദ്യപേപ്പർ നിർമ്മാണത്തിലായാലും അങ്ങനെയുള്ള ആളുകൾ മാത്രമേ വെക്കുന്നുള്ളൂ. ഇത് ചോരാൻ സാധ്യതയുള്ള പല സ്ഥലങ്ങളുണ്ട്. പ്രിന്റ് ചെയ്യുന്ന പ്രസ്സിലേക്ക് പോകുന്നു. ചോദ്യപേപ്പർ ഉണ്ടാക്കുന്ന ആളുകൾ ഫാക്കൽറ്റികളുടെ ഇടയിൽ നിന്ന് ചോരാൻ സാധ്യതയുണ്ട്. അത് പ്രിന്റ് ചെയ്യുന്ന പ്രസ്സിലേക്ക് പോകുമ്പോൾ ആ പ്രസ്സിൽ നിന്ന് ചോരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ എത്തുന്നുവെങ്കിൽ അത് പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുതാര്യത ഉറപ്പാക്കുന്നില്ലെങ്കിൽ അങ്ങനെ ചോരാനുള്ള സാധ്യത ശരിയാണ് ശ്രീ അരവിന്ദൻ. പക്ഷേ കാര്യം നോക്കൂ, സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഇനി അങ്ങ് പറയുന്ന ഈ സാധ്യതകളൊക്കെ പരിഗണിക്കുകയാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമസ്ഥൻ അറിയുക? അങ്ങനെ സാധിക്കില്ല. ഈ ഇത്രയും കാലം ഇതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഇതിന് കൃത്യമായ റൂട്ടില്ലാതെ, കൃത്യമായ അറിവില്ലാതെ ഇതൊന്നും സാധ്യമാവുകയില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന ഗ്രൂപ്പിലേക്ക് തന്നെ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളിലേക്ക് തന്നെ വിരൽ ചൂണ്ടപ്പെടുന്നതും വിമർശനം ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്നത്. അല്ല, ഈ CAPTലാണ് ഈ ഇത് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ തയ്യാറാക്കുന്ന ഫാക്കൽറ്റികളോ പ്രിന്റ് ചെയ്യുന്ന പ്രസ്സോ അല്ലെങ്കിൽ ഇത് നേരത്തെ എത്തിയിട്ട് അത് കൊടുക്കുന്ന വിതരണത്തിൻ്റെ സ്ഥലത്തോ അല്ലാത്ത രീതിയിൽ ഇത് പോകാൻ സാധ്യതയില്ല. അപ്പം ഞാൻ പറയുന്നത്, ഒരു കുറ്റവാളിയെ നേരത്തെ പ്രഖ്യാപിക്കുന്നതിന് പകരം സമഗ്രമായ അന്വേഷണം നടത്തി ഇനി കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഈ രീതിയിലുള്ള ഒരു ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷ സംബന്ധിച്ച വിവാദവും ഉണ്ടാക്കാത്ത രീതിയിൽ കർശനമായി ഇത് പാലിക്കേണ്ടത് ഗവൺമെന്റിന്റെ ചുമതലയാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിട്ട് പോലും ഗൗരവതരമായ അന്വേഷണം നടക്കാത്തതാണ് ഇപ്രാവശ്യം. മാത്രമല്ല ഡിഒയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. താമരശ്ശേരി ഡിഒ ഇത് സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല. പിന്നെ എന്തായിരുന്നു ഉത്തരവാദിത്വം എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഞാൻ നിങ്ങളുടെ രണ്ടുപേരിലേക്ക് വരാം. ശ്രീ നജാഫ്, ഇപ്പോ നമുക്കറിയാവുന്നതാണ്, UDF ഭരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. അന്ന് അബ്ദുറബിനെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വിജയ ശതമാനവുമൊക്കെയായി ബന്ധപ്പെട്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് LDFന്റെ കൈകളിലേക്ക് ഭരണം വരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് CPM തന്നെ കൈകാര്യം ചെയ്യുന്നു. ഈ പറയുന്ന വിമർശനങ്ങൾ അബ്ദുറബ് ഇടയ്ക്ക് ഇത്തിരി ട്രോൾ സ്വഭാവത്തോടു കൂടി ഉന്നയിക്കുന്നു എന്നതിനപ്പുറത്ത്, അതായത് ഇനിയിപ്പോൾ ഇത്രയും വലിയൊരു വീഴ്ചയുണ്ടാകുമ്പോഴും എത്രത്തോളം വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. ശരിയാണ്, കേസ് ഉന്നയിക്കുന്നുണ്ട്, സമരം ഞങ്ങൾ ചെയ്തേക്കും എന്ന നിലയ്ക്ക് പ്രതികരിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രയും ഗൗരവതരമായ പ്രതിസന്ധിയും പ്രശ്നവും ഉണ്ടായിട്ട്
നിങ്ങൾക്ക് യാതൊരു പ്രതിഷേധവുമില്ല? മാധു, അത് തെറ്റാണ്. അതിൽ പ്രധാനമായും നേരത്തെ മാധു പറഞ്ഞു തുടങ്ങിയിടത്തു നിന്നാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇത് ആദ്യത്തെ സംഭവം അല്ലെന്ന് മാധു പറഞ്ഞു. അതിൽ ചോദ്യപേപ്പർ ചോർന്നതല്ല, ചോദ്യപേപ്പർ വിൽക്കാൻ കിട്ടുമെങ്കിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ള സ്വകാര്യ യൂട്യൂബ് ചാനലുകളോ സ്ഥാപനങ്ങളോ ഉള്ള സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, തൻ്റെ ചാനൽ മാക്സിമം കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന ഉദ്ദേശത്തിൽ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരെ കാണുന്ന ഒരു മണ്ണിൽ ഇതുപോലെ ചോദ്യപേപ്പർ വിൽക്കാൻ വെച്ചിരിക്കുന്നവരുടെ കയ്യിൽ നിന്നും വാങ്ങിയതാരാണ് എന്നതിനേക്കാൾ വിൽക്കാൻ ആരാണ് വെച്ചത് എന്നതുകൂടി അന്വേഷണത്തിൻ്റെ പ്രധാനമായ മുഖമായി കൊണ്ടുവരേണ്ടതുണ്ട്. അതിലെന്തുകൊണ്ടാണ് ഞങ്ങൾ സർക്കാരിൽ ഇതിൽ പ്രതിസ്ഥാനത്തുണ്ട് എന്ന് പറയുന്നത്? നേരത്തെ തന്നെ ഇവിടെ PK അരവിന്ദൻ അടക്കമുള്ള ആളുകളോട് പറഞ്ഞു, ഇത് ആദ്യത്തെ സംഭവമല്ല. അന്വേഷണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് AEO കൊടുത്ത സാഹചര്യം നമുക്ക് മുമ്പിലുണ്ട്. ഇതേപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയായി നിൽക്കുന്ന ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നു. എന്നിട്ടതിൻ്റെ റിപ്പോർട്ടുണ്ടായോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ചോദ്യപേപ്പർ ചോരുന്നുണ്ട്, അന്വേഷണങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയോ സീരിയസ് ആയി ഇത് കാണുകയോ ചെയ്തില്ല എന്നത് വസ്തുതാപരമായി നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ ഓണം, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസ് പരീക്ഷ, ഇതൊക്കെയും വസ്തുതാപരമായി ഒരു പരിശോധനയും നടന്നില്ല എന്ന് നമ്മുടെ മുമ്പിൽ കൃത്യമായി കാണുന്നു. ഇവർ ഇതിൽ സീരിയസ് ആയി കണ്ടില്ല എന്നതിന് പ്രധാനപ്പെട്ട ഒന്ന്, ഇതൊരു നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ഹാഫ് വേളി എക്സാമിനേഷനാണ്, ഇതത്ര സീരിയസ് ഒന്നും അല്ല, ഇതങ്ങനെ നമ്മൾ സീരിയസ് ആയി കാണേണ്ടതല്ല എന്നാണ് സർക്കാരിൻ്റെ നിലപാട്. അവരുടെ എല്ലാ നടപടിക്രമവും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ, സമരങ്ങൾ ഒക്കെയും നിരന്തരമായി നടന്നിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ഞങ്ങൾ ഈ വിഷയത്തിലും പരാതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട്, ഞങ്ങളുടെ സമര പരിപാടിയുമായി മുന്നോട്ട് പോകും. ഇതിൽ പ്രധാനമായി ഉണ്ടായത് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഈ വിഷയത്തിൽ ഉണ്ടായി. സർക്കാർ അത് ഗൗരവത്തിൽ കാണുന്നില്ല. ഇനി അതുപോലെ തന്നെ പബ്ലിക് സർവന്റിൻ്റെ ഇതുപോലുള്ള ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഉണ്ടായി, അതും ഗൗരവമായി സർക്കാരിന് വലിയൊരു വിഷയമല്ല. ചീറ്റിങ്ങും ഡിസ്ഹോണസ്റ്റിയും ഉണ്ടായിട്ടുണ്ട്, അത് സർക്കാരിന് പ്രശ്നമല്ല. ക്രിമിനൽ കോൺസ്പിറസി തുടർച്ചയായി ഉണ്ടായിട്ടുണ്ട് എന്നതിനുള്ള കൃത്യമായ കാഴ്ചകൾ നമ്മുടെ മുമ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്, അതും സർക്കാരിന് പ്രശ്നമല്ല. സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പ്രഖ്യാപിച്ചു എന്നൊരു വാർത്ത ഉണ്ടാക്കണം. ആ വാർത്തക്കപ്പുറത്ത് അതിൽ നിന്ന് മെയിൻ സ്ട്രീമിൽ നിന്നും ആ വാർത്ത മെല്ലെ പിറകിലേക്ക് പോകണം. അതോടുകൂടി സർക്കാർ രക്ഷപ്പെടണം. ഇത് ചെറിയ കാര്യമല്ല, സ്വാഭാവിക താല്പര്യമല്ലേ? സ്വാഭാവിക താല്പര്യമല്ലേ? സർക്കാർ ഭരിക്കുന്നു, വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഇത്തരമൊരു കെടുകാര്യസ്ഥത ഉണ്ടായിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ടൊരു വലിയ ഗുരുതരമായ പിഴവുണ്ടായിരിക്കുന്നു. നോക്കൂ, വിദ്യാർത്ഥികളോട് അവരുടെ പ്രതിഭ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ മികവ് ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളിൽ ക്രിമിനൽ സ്വഭാവത്തിലുള്ള വീഴ്ച ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും, അത് ഒഴിവാക്കുന്നതിനേക്കാൾ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും വിദ്യാഭ്യാസ വകുപ്പിൽ നിക്ഷിപ്തമല്ല എന്നിരിക്കെയാണ് ഇത്രയും ഗൗരവതരമായ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന്റെ താല്പര്യം സ്വാഭാവികമല്ലേ? ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ താല്പര്യമില്ലായ്മയെ കുറിച്ചാണ്. ഞങ്ങളുടെ താല്പര്യമില്ലായ്മ എവിടെയാണ് ചൂണ്ടിക്കാൻ കഴിയും? അതു ഞങ്ങൾ ഈ വിഷയത്തിൽ സമാനമായ വിഷയങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ സമര പോരാട്ടവുമായി ഞങ്ങളുണ്ട്, ഞങ്ങൾ പരാതിയുമായി ഞങ്ങൾ മുന്നിലുണ്ട്. ഞങ്ങൾ ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ തുടരുന്ന ഘട്ടത്തിലാണ് നാം സംസാരിച്ചത്. അത് ചൂണ്ടിക്കാണിച്ച ഒരു വിഷയത്തെക്കുറിച്ച് അഡ്രസ്സ് ചെയ്ത് പറയുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അഭിപ്രായം പറഞ്ഞ ഘട്ടങ്ങൾ ഉണ്ടായപ്പോൾ മാത്രം പറയുകയാണ്, കലാകാരന്മാരെ അവർ പങ്കെടുക്കുന്ന പരിപാടിയിൽ അവർ പണം വാങ്ങുന്നു എന്നൊക്കെയുള്ള നിരന്തര ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ അപമാനിക്കുന്ന, അവമതിപ്പുണ്ടാക്കുന്ന ഡയലോഗുകൾ തുടർച്ചയായി പറയുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് നമുക്കുള്ളത്. അങ്ങനെ ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് അദ്ദേഹം ഇരിക്കുന്ന കസേരയിൽ മാന്യമായി കൃത്യമായി ഈ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ? അതിന് മറുപടി അദ്ദേഹം പറയണ്ടേ? ഞങ്ങൾ ആ ചോദ്യം ഞങ്ങളുടെ ഈ ചോദ്യവും തന്നെ ഒരു സമരമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഞങ്ങൾ തുടർച്ചയായി വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായി വിദ്യാർത്ഥികളുടെ, രക്ഷിതാക്കളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു സർക്കാർ ഭരിക്കുന്ന കേരളത്തിലെ സാഹചര്യം ഇത്. അദ്ദേഹം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൊടി പിടിച്ചത് കൊണ്ട് മാത്രം മന്ത്രിയായി വന്നതാണ് എന്ന ആരോപണം ഞങ്ങൾക്കുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം? കലാകാരന്മാരെ തള്ളിപ്പറയുന്ന, ഒരു മടിയുമില്ലാതെ നിരന്തരമായി ആക്ഷേപിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി നമുക്കുണ്ട്. അത് കാണുകയാണ് നമ്മൾ. എന്നിട്ട് അതേ വിദ്യാഭ്യാസ മന്ത്രി ചെയ്യേണ്ട ഒരു പണിയും ചെയ്യാതെ സമൂഹത്തിന് മുമ്പിൽ നിന്നും മെല്ലെ ഇപ്പം തന്നെ ചർച്ചയിൽ നമ്മുടെ ബഹുമാനത്തോടു കൂടി റജി ലുക്കോസിനെ ചൂണ്ടിക്കാണിച്ച് പറയാണ്, ഇടത് സഹയാത്രികർ അവർ മാത്രം ഇരുന്ന് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായി എന്ന് ബോധ്യമുള്ള എല്ലാ ചർച്ചയിലും ഇതുപോലെ സഹയാത്രികരെ മാത്രം അയച്ച് ചർച്ചകളിൽ നിന്നും ഒളിച്ചോടുന്ന സാഹചര്യമുണ്ട്. അവരെയും കൂടി ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ പറയുന്നത് ഇത് വിറ്റതാണ്, ഇത് ഒന്നാമത്തെ വിൽപ്പനയല്ല,
തുടർച്ചയായി നടക്കുന്ന വിൽപ്പനയാണ്. അന്വേഷണം നടക്കാറില്ല. ഈ PSCയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയില്ലേ, PSCയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചോർച്ചയുണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ താൽക്കാലികമായി ഒളിപ്പിച്ചു വെക്കാൻ പരിശ്രമിച്ചവർ അത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ശിവരഞ്ജിത്തിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇനി ഇതിൽ സമാനമായി ഇന്ത്യയിൽ മറ്റു സ്ഥലങ്ങളിൽ പലതും നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ മുഴുവൻ ഞെട്ടിയ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് ഫലവത്തായി പോയോ ഇല്ലെന്നുള്ള അന്വേഷണം നമ്മൾ വേറെ നടത്താം. എന്നാലും അതിൽ ഈ ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായ ഒരു അന്വേഷണം നടന്നു എന്ന് ഞങ്ങൾക്ക് പറയാനാണ് ആഗ്രഹം. അത് അങ്ങനെ പോലും ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാലത്ത് വലിയ തോതിൽ CPM അതിനെതിരെ വിമർശനം ഉന്നയിച്ചതാണ്. എന്നിരിക്കെയാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട ഒരു ചോർച്ച, ഗൗരവതരമായ വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാണ്, വിദ്യാഭ്യാസ വകുപ്പിൽ നിക്ഷിപ്തമാണ് എന്നത് തിരിച്ചറിയേണ്ടുന്നത്. അതിന് ഉത്തരവാദിത്വം ആരാണ് എന്നുള്ളത് സർക്കാരാണ് പറയുകയും ചെയ്തത്. ശ്രീ KV റാഷിദ്, അങ്ങ് നൽകിയ പരാതി ഈ പറയുന്ന MS സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് അതിന്റെ നടത്തിപ്പുകാർക്ക് നടത്തുന്ന ചില പരാമർശങ്ങൾ അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ യൂട്യൂബ് ചാനലിനെതിരായ അങ്ങയുടെ പരാതി ഉയർന്നത്. നോക്കൂ, വിദ്യാർത്ഥികൾ കൈകാര്യം ചെയ്യുന്ന, വിദ്യാർത്ഥികൾക്ക് പഠന സഹായം ചെയ്യുന്നു എന്ന വ്യാജേന പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾക്ക് ഈ സ്വഭാവത്തിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഇതൊന്നും ആരും പരിശോധിക്കുന്നുമില്ല, ആരും ഇതിന്റെ മൂല്യം എങ്ങനെയെന്ന് വിലയിരുത്തുന്നുമില്ല, അതിനെതിരെ നടപടിയും എടുക്കുന്നില്ല. അങ്ങ് നൽകിയിരിക്കുന്ന പരാതിയിൽ എന്തെങ്കിലും തുടർ നടപടി ഉണ്ടായോ? മധു, പരാതി ഇന്ന് ഉച്ചക്കാണ് നൽകിയിരിക്കുന്നത്. അവിടെ SI വന്നതിന് ശേഷം അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഞാൻ പരാതി നൽകാനുണ്ടായ സാഹചര്യം എന്താ വെച്ചാൽ കേരളമൊട്ടാകെ ചോദ്യപേപ്പർ ചർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യപേപ്പർ ചർച്ച AYFന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഞങ്ങൾ ആ സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ആ സ്ഥാപനത്തിൻ്റെ മുൻകാല വീഡിയോകളും അതിന് പൊതുജനങ്ങൾ കുറച്ച് പരാതികളൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അത്തരം വീഡിയോസൊക്കെ പരിശോധിച്ച് നോക്കുമ്പോഴാണ് ചോദ്യപേപ്പർ ചോർച്ചയേക്കാൾ വലിയ ഗൗരവം, സാമൂഹിക വിപത്ത് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട്, ഏത് രീതിയിലും പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന പേരിൽ, ട്യൂഷൻ എന്ന പേരിൽ കടന്നു വരുന്ന ഇത്തരം ചാനലുകൾക്കെതിരെ നടപടി പൊതുവേ വരിക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. കേവലം MS സൊല്യൂഷനിൽ ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ പരാതി നൽകിയത്, സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയത് എന്തുകൊണ്ടെന്നാൽ ഇതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാവണം. ഇത്തരം ഓൺലൈൻ ഒരുപാട് ചാനലുകളുണ്ട്. എനിക്കിപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട ഈ ഒരു ചാനൽ മാത്രമേ എന്നുള്ളൂ. ഇപ്പം നമ്മൾ പരസ്പരം ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരിയത് കൊണ്ട് കാര്യമില്ല. കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം, റാഷിദിന് കേൾക്കാം. ഓക്കെ, അത്തരം ഒരു ക്ലാസ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇന്നലെ രാത്രി മുതൽ അവരുടെ വീഡിയോകളൊക്കെ പരിശോധിച്ച് വന്ന സമയത്ത് അദ്ദേഹം ക്ലാസ് എടുക്കുന്ന ആ ഒരു അധ്യാപകൻ, ഏത് അധ്യാപകനാണെന്ന് അറിയില്ല, ആ ക്ലാസ് എടുക്കുന്ന സ്ഥലത്തിലേക്ക് വീഡിയോ കണ്ടന്റായിട്ട് പറയുന്ന കണ്ടന്റ് എനിക്കിവിടെ പറയാൻ പേടിയാകുന്നു മാധു, വളരെയധികം പേടിയാകുന്നു. വളരെ ഗൗരവമായ ഒരു സാമൂഹിക വിപത്തിനെ നമ്മൾ കണ്ടില്ലെന്ന് അടിക്കാൻ പാടില്ല. ഇവിടെ ചോദ്യപേപ്പർ ചർച്ച മാത്രം പോരാ, നമ്മൾ ഇതുകൂടി സർക്കാരിന് ശ്രദ്ധ, ഇത് കേവലം ഭരണപക്ഷം പ്രതിപക്ഷം എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല. ഇരുകൂട്ടരും ഒരു ഐക്യത്തോട് ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റുന്നതിന് വേണ്ടി നടപടികളുമായി മുന്നോട്ട് പോകണം. ശരി, ശ്രീ റജി ലൂക്കോസ്, നോക്കൂ, ചോദ്യപേപ്പർ വിറ്റതാണ് എന്ന ആരോപണമാണ് ഇവിടെ MSFന്റെ പ്രതിനിധി ശ്രീ നജാഫ് ഉന്നയിച്ചത്. അങ്ങനെ വിൽക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ലാഭം പ്രതീക്ഷിക്കുന്ന ആളുകൾ അത് വാങ്ങാൻ തയ്യാറായി ഉണ്ടാവുകയും ചെയ്യും. അവർക്കതിന്റെ മൂല്യത്തെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല, അതുണ്ടാക്കുന്ന മൂല്യശോഷണത്തെ പറ്റിയും ചിന്തിക്കേണ്ടതില്ല. അങ്ങനെ ഒരു വീഴ്ചയുണ്ടായാൽ സ്വാഭാവികമായും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അത് ആ വീഴ്ചയുണ്ടായത് വിദ്യാഭ്യാസ മന്ത്രി സ്ഥിരീകരിക്കുകയും DGPക്ക് അന്വേഷണ ചുമതല നൽകുകയും ഒക്കെ ചെയ്തല്ലോ. സ്വാഭാവികമായും അവർ പിടിയിലാവേണ്ടതുണ്ട്. ഈ പറയുന്ന MS സൊല്യൂഷൻസ് നടത്തിയിരുന്ന ആൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് പോലീസിന് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഇല്ല. അതുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക്, അറസ്റ്റിലേക്കൊക്കെ എത്താൻ കഴിയാത്ത ബുദ്ധിമുട്ട് എന്താണ് നമുക്കുള്ളത്? അല്ല മാധു, ഇപ്പോൾ ചോദ്യക്കടലാസുകൾ വിൽക്കുന്നതിനെ കുറിച്ച് രാജ്യം ഞടുങ്ങിയ ഒരു സംഭവമാണ്. ഒരു വർഷം മുമ്പ് നീറ്റ് എക്സാമിന് 30 ലക്ഷം രൂപ വരെ ഓരോ കുട്ടികളോട് കൈപ്പറ്റിയെന്നാണ്. 10,000-കണക്കിന് കുട്ടികളുടെ കഥകളറിയാം. ഏതാണ്ട് 32,000 ലക്ഷം കോടി രൂപയാണ് അതിലൂടെ കളക്ട് ചെയ്തെന്നാണ് നമ്മുടെ മുമ്പിലുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ നിസ്സംഗത നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചുള്ള ഇതിനൊക്കെ ഒരു അപവാദം ഉണ്ടായിരുന്നു. കേരളത്തിനെ സംബന്ധിച്ചുള്ള ഇത്തരം ആരോപണങ്ങൾ
വളരെ 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 അപൂർവമാണ്. കാരണം കേരളത്തിൻ്റെ പരീക്ഷാ സമ്പ്രദായം എന്ന് പറയുന്നത് രാജ്യാന്തര തലത്തിൽ പോലും നമ്മുടെ ഇവിടുന്ന് ഉള്ള എക്സാമിനേഷൻ നമ്മുടെ പാസ്സായി പോകുന്ന അല്ലെങ്കിൽ ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ വാലിഡിറ്റിയുള്ള ഒരു ഇതാണ്. കേരളത്തിൻ്റെ വെളിയിൽ അല്ലെങ്കിൽ വിദേശങ്ങളിൽ പോകുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ പിന്നെ അതെല്ലാം നമ്മുടെ മുമ്പിലുള്ള ചരിത്രപരമായ വസ്തുതകൾ മാത്രമാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി പരസ്യമായിട്ട് തന്നെ പറഞ്ഞ എന്താ, അധ്യാപകരാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് പറഞ്ഞു. അധ്യാപകർ, അതിൽ DO-മാരുണ്ട്, AEO-മാരുണ്ട്, അതൊരു വസ്തുത തന്നെയാണ്. പിന്നെ ചോദ്യപേപ്പർ വിറ്റതാണോ അല്ലയോ എന്നുള്ളതിനേക്കാളും പ്രസക്തി സാമൂഹ്യ വിരുദ്ധരായ ചില യൂട്യൂബ് ചാനലുകാർ കേരളത്തിൽ ഇത്തരം രീതിയിലുള്ള അഴിഞ്ഞാട്ടങ്ങൾ നടത്തുന്നുണ്ട്. അത് ചോദ്യപേപ്പറല്ല, മറ്റെല്ലാ കാര്യത്തിലും ഉണ്ട്. അതൊരു തർക്കമില്ല കാര്യത്തിൽ. ഇപ്പോൾ ഇവിടെ പ്രതിപാദിക്കപ്പെട്ട യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ചോളം ഞാനിപ്പോൾ ഒരു ഓൺലൈനിൽ ഗൂഗിൾ അടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ 11 ഇരട്ടിയാണ് അതിൻ്റെ വ്യൂവർഷിപ്പ് കൂടിയെന്ന് പറഞ്ഞത്. അപ്പോൾ എത്ര ക്രൂരമായ സാമൂഹ്യ വിരുദ്ധത അവർ ചെയ്തിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചോളം ഇപ്പം വിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് DGPക്കും അതുപോലെ തന്നെ സൈബർ സെല്ലിന് പരാതി കൊടുത്തു കഴിഞ്ഞു. ഈ പറയുന്ന യൂട്യൂബ് ചാനലിന്റെ അധികൃതർ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളത് ഇത്തരം ചില പരാതികളും റിപ്പോർട്ടും ഒക്കെ മുൻപും വിദ്യാഭ്യാസ വകുപ്പിന് മുന്നിൽ ഉണ്ടല്ലോ. ഈ പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപും ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ട് താമരശ്ശേരി DO നൽകിയിട്ടുണ്ട്. അത് അവഗണിക്കപ്പെട്ടു. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ഗൗരവ സ്വഭാവമുള്ള ഒരു റിപ്പോർട്ട് വരുമ്പോൾ അത് അവഗണിച്ചിട്ട് ചെയ്യാനുള്ള മറ്റെന്ത് ഉത്തരവാദിത്തപ്പെട്ട കനപ്പെട്ട ജോലിയാണ് വിദ്യാഭ്യാസ വകുപ്പിനുള്ളത്? അല്ല, തീർച്ചയായിട്ടും താമരശ്ശേരി DO അതിനെക്കുറിച്ച് പരാതി കൊടുത്തതായിട്ട് ഞാൻ അറിഞ്ഞിരുന്നു. ഞാനത് വായിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ചർച്ചയിൽ എന്തെങ്കിലും മുട്ടിനായം പറഞ്ഞ് ന്യായീകരിക്കാനായിട്ട് ഒരു കാരണവശാലും നമ്മൾ തയ്യാറല്ല. അത് വസ്തുതാപരമായ ഇതാണ്. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും പരീക്ഷാ സമ്പ്രദായത്തെയും അടച്ചാക്ഷേപിക്കുന്നത് വലിയ രീതിയിലുള്ള കോൺസിക്വൻസ് ഉണ്ടാക്കുന്നത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലെ, ആക്ഷേപിക്കുന്നത് ചർച്ചയിൽ ഇരിക്കുന്നവരോ ചർച്ചയിൽ ചോദ്യം ഉന്നയിക്കുന്നവരോ ചർച്ചയുടെ ഭാഗമാകുന്നവരോ അല്ല. ആക്ഷേപിക്കുന്നത് ആരാണെന്നറിയാമോ? അവനവന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തവരാണ്. ഈ പറയുന്ന MS സൊല്യൂഷൻസിന് അതിന്റെ CEO ആയ ഷുഹൈബിന് ഈ ആത്മവിശ്വാസം കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് ശ്രീ റെജി ലൂക്കോസിനും കേരളത്തിലുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അത് ഇതിനു മുൻപുള്ള പരീക്ഷകളിൽ സമാനമായ തോന്നിയവാസം കാണിച്ചിട്ട് ഒന്ന് തൊട്ടു നോക്കാൻ പോലും ആരും തയ്യാറാകാത്തതിന്റെ ആത്മവിശ്വാസത്തിൽ നിന്നാണ് ഇതേ ചോദ്യപേപ്പറുകൾ ചോർത്തിയെടുത്ത് ഇത് ഏതാണ്ട് 90% നേരത്തെ പറഞ്ഞല്ലോ, ചില വിദ്യാർത്ഥികൾ എഴുന്നേറ്റ് പ്രത്യേക ചോദ്യങ്ങൾ ഉന്നയിച്ച് വീണ്ടും വീണ്ടും ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുള്ള വ്യഗ്രത പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ നിന്നൊക്കെയാണ് പിന്നീട് ഈ പരാതികൾ ഉയർന്നു വന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും ഒരിക്കൽ കട്ടവന് പിന്നെ കൈക്കുളിപ്പുണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. സമാനമായി ഇവിടെ ആരും ചോദിക്കാനുള്ളെന്ന ബോധ്യത്തിൽ നിന്നാണെന്നേ പിന്നീടും ഇതുണ്ടാകുന്നത്. ഇല്ല, അങ്ങനെ ആരും ചോദിക്കാനില്ല എന്നുള്ള ഒരു ആരോപണം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് നമ്മൾ പറയരുത്. തെറ്റാണ്. മാധവും ഞാനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തികളല്ല ഇതുപോലെ തന്നെ എന്താ പറയുക, വളരെയധികം സ്ട്രെയിൻ ചെയ്ത് എക്സാമിനേഷൻ എഴുതി പാസ്സായി വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നീറ്റ് കാണിച്ച പോലുള്ള ഒരു കാട്ടായൊന്നും കേരളത്തിൽ നടക്കത്തില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഷുഹൈബ് എന്ന് പറയുന്ന വ്യക്തി ചെയ്ത തെറ്റ് ചെറുതല്ല. അയാളെ പിടിച്ച് ജയിലിലിടുന്നുള്ള കാര്യത്തിൽ ആരും നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, കേരളത്തിൽ സംഭവിക്കാൻ പാടില്ല എന്നുള്ള മാധുവിൻ്റെ അഭിപ്രായത്തോട് ഞാനും ഈ ബഹുമാനപ്പെട്ട പാനലിസ്റ്റിനോട് ഞാൻ യോജിക്കുന്നതിനാണ്. എനിക്കിതിനകത്ത് യാതൊരു ഇതുമില്ല. ഇപ്പം അബ്ദുൾ റബ്ബുവിൻ്റെ ഇവിടെ പേര് പറയാം. അദ്ദേഹത്തിൻ്റെ കാലത്ത് 5 വർഷക്കാലത്തേക്ക് ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും പ്രത്യേകിച്ച് എക്സാമിനേഷനിലൊക്കെ നടന്നിരിക്കുന്ന വീഴ്ചകളെ ഞാൻ ഇതിന് കമ്പയർ ചെയ്യാനായിട്ട് ഞാൻ മനഃപൂർവ്വം എടുത്തിട്ടായിരുന്നു. ആ കമ്പാരിസണിനോട് എനിക്ക് യോജിപ്പില്ല. അന്നത്തെ വീഴ്ചകളുടെ പേരിൽ ഇപ്പം വീഴ്ച ഉണ്ടാകുമെന്ന് പറയുന്നതും ന്യായമല്ല, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തുള്ള ഒരു അധ്യാപക അല്ലെങ്കിൽ ആ ഒരു മാഫിയയുടെ, ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ അടങ്ങുന്ന ഒരു മാഫിയയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഈ വീഴ്ചയല്ല, ഈ തട്ടിപ്പ്, അത് പണത്തിന്റെ മാത്രം ലക്ഷ്യമാക്കുന്ന കാര്യത്തിൽ ആർക്കാ തർക്കം? അല്ല, അങ്ങനെ ഒരു മാഫിയ സംസ്ഥാനത്തുണ്ട് എന്ന് വിദ്യാഭ്യാസ വകുപ്പിന് ബോധ്യമുണ്ടെങ്കിൽ ആ മാഫിയ കുറെ കാലമായി പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച പരാതി എടുത്ത് 4ആയി മടക്കി അവിടെ ഷെൽഫിൽ സുരക്ഷിതമായി വെച്ചതിന് ശേഷം ഇപ്പോൾ ഇത്രയും വലിയ വിവാദമായി കഴിഞ്ഞപ്പോൾ, നാട് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു അന്വേഷണ പ്രഖ്യാപനത്തിലൂടെ രക്ഷപ്പെട്ട് ഇരിക്കാമെന്നുള്ളതൊക്കെ വലിയ ദിവാസ്വപ്നങ്ങളാണെന്ന് പറഞ്ഞു പോകുക മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമാണ്, ഇതിനോട് പ്രതികരിക്കാനില്ല എന്ന നിലപാടെടുക്കുന്ന സമയത്ത് നിസ്സഹായരായി പോകുന്ന കുറച്ച് മനുഷ്യരുണ്ട്. വിദ്യാർത്ഥികളെ വലിയ ആത്മവിശ്വാസത്തോടെ വലിയ പ്രതീക്ഷയോടെ നമ്മുടെ പൊതു സംവിധാനത്തിലേക്ക് വിദ്യാഭ്യാസത്തിനൊക്കെ അയക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം അവനവൻ്റെ കുഞ്ഞുങ്ങൾ രാത്രി മുഴുവൻ ഉറക്കളച്ച് പഠിച്ച് പരീക്ഷ എഴുതുന്നു. പക്ഷേ അവർക്ക് മുന്നിലേക്ക് എളുപ്പത്തിൽ
ചെറിയ കുറുക്ക് വഴികളിലൂടെ കടന്നു വരുന്ന ആളുകൾ കൂടുതൽ മാർക്ക് വാങ്ങി പോകുന്നു. അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് എന്ന നിലയ്ക്ക് അത് അഭിസംബോധന ചെയ്യപ്പെടും. അത് അങ്ങനെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം. ശ്രീ പി കെ അരവിന്ദൻ, ഇതിൽ ഈ പറയുന്ന സർവീസ് സംഘടനകൾക്ക് വലിയ തോതിൽ വലിയ സമ്മർദ്ദ ശക്തിയാണ് സർവീസ് സംഘടനകളെല്ലാം തന്നെ. അധ്യാപക സംഘടനകളും വ്യത്യസ്തമല്ല. സ്വാഭാവികമായും ഇതിൽ ആരിലെങ്കിലേക്കുമൊക്കെ അന്വേഷണം ചെന്ന് നിൽക്കുകയാണ് എങ്കിൽ തങ്ങളുടെ കൂട്ടത്തിൽ പെടുന്ന ആളുകളാകുമോ എന്നൊരു സംശയമുള്ളത് കൊണ്ടാണോ വലിയ പ്രതിഷേധങ്ങൾക്കോ വലിയ കുറ്റച്ചാർത്തലുകൾക്കോ ഇടമില്ലാതെ പോകുന്നത്? ഇത് സ്വാഭാവികമായും വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്നത് പുറത്ത് ജോലി ചെയ്യുന്ന ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിലൊക്കെ ജോലി ചെയ്യുന്ന അധ്യാപകർ ഇപ്പോഴും ഉണ്ട്. ആ കാര്യത്തിലടക്കം അന്വേഷണം വേണം എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ അവനവന്റെ കൂട്ടത്തിലുള്ള ആളുകളിലേക്ക് ഒടുക്കം അന്വേഷണം ചെല്ലും എന്ന നിലയ്ക്കുള്ള ഒരു മുൻകരുതലിന്റെ പേരിലാണോ വലിയ പ്രശ്നങ്ങളില്ലാതെ, സമരങ്ങളില്ലാതെ, പ്രതിഷേധങ്ങളില്ലാതെ, വലിയ പ്രസ്താവനകളില്ലാതെ മുന്നോട്ട് പോകുന്നത്? ഗുണമേന്മയുള്ള പൊതുവിദ്യാഭ്യാസം അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും ആഗ്രഹവും അതുപോലെ തന്നെ ഇതിനെ സ്നേഹിക്കുന്ന ആളുകളുടെ ഒക്കെ വലിയ പ്രതീക്ഷയുമാണ്. ഞങ്ങളിതിനെതിരെ നേരത്തെ 2 വട്ടം ഈ രീതിയിലുള്ള ചോർച്ച ഉണ്ടായിരുന്ന സമയത്തും നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചവരാണ്, പ്രതിഷേധിച്ചവരാണ്. പക്ഷെ അതിൻ്റെ ഒരു ഗൗരവം ഭരിക്കുന്നവർ കാണിക്കുകയും അത് ആ രീതിയിൽ അന്വേഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും വരേണ്ടുന്ന വലിയൊരു ചുമതലയാണ്. ഇപ്പം നമ്മൾ ഒരു കാരണവശാലും ഭയക്കുന്നില്ല. ഇപ്പം ആരെങ്കിലും ഒന്ന് അധ്യാപകരായാലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധ്യാപകരാവണം അല്ലെങ്കിൽ അധ്യാപകരായിരിക്കും എന്ന് നേരത്തെ ഒരു സാമാന്യവൽക്കരണം നടത്തി പറഞ്ഞ രീതിയോട് എനിക്ക് യോജിപ്പില്ല. അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടേ ഉള്ളൂ. ആരാണ് കുറ്റവാളി എന്ന് കണ്ടെത്തി ഈ ആളെ ആദ്യം കണ്ടെത്തി അയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചാൽ ഇത് കിട്ടാവുന്നതേ ഉള്ളൂ. അതുവരെ കാത്തിരിക്കാതെ അധ്യാപകരാണ്, DU ആണ്, DD ആണ് എന്നൊക്കെ പറഞ്ഞ് പൊതുവേ അധ്യാപകരെ കുറ്റവാളികളാക്കുന്ന ഒരു രീതി ശരിയല്ല. ഇത് നേരത്തെ ഉണ്ടായതാണ്. നമ്മളെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഭരണത്തിൻ്റെ സൗകര്യം ഉപയോഗിച്ച് ആരൊക്കെയോ തട്ടിപ്പ് നടത്തി. അത് ആരാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ടത് സർക്കാരിൻ്റെ ചുമതലയാണ്. അങ്ങനെ സർക്കാരിൻ്റെ ചുമതല സർക്കാർ ഏറ്റെടുക്കാതെ ജീവനക്കാരെയും അധ്യാപകരെയും മുഴുവനായും കുറ്റവാളികളാക്കുക എന്നുള്ള രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രി ആയാലും ശരി, ഗവൺമെൻറ് ആയാലും ശരി നിലപാടെടുക്കുന്നത് ശരിയല്ല. ഇവിടെ തെറ്റ് ചെയ്തവരുണ്ടാവും. ഇത് പ്രിൻറ്റിംഗ് പ്രസ്സിലേക്ക് പോയിട്ടുണ്ട്, പ്രിൻറ്റിംഗ് പ്രസ്സിൽ നിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്, അത് ഈ ഫാക്കൽറ്റികൾ നേരത്തെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം വിതരണത്തിനായി പോയിട്ടുണ്ട്. ഇതിലെവിടെയാണ് എന്നുള്ളത് അന്വേഷിച്ച് ജനങ്ങളോടും അതുപോലെ പൊതുവിദ്യാഭ്യാസ മേഖലയോടും ഇത് സ്നേഹിക്കുന്നവരോടും ഒക്കെ മറുപടി പറയേണ്ടത് സർക്കാരാണ്. ആ സംവിധാനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു, അപ്പോൾ ഇത് ഗൗരവതരമായി എടുത്തില്ല. ഇനി കുറ്റവാളികൾ ആരായാലും ശരി, അത് അധ്യാപകരായാലും ശരി, ശരിയാണ്, അവർക്കെതിരെ കർശനമായി ഈ പറയുന്ന അധ്യാപകരടക്കമുള്ളവർ തയ്യാറാക്കുന്ന ചോദ്യപേപ്പറുകൾ അത് ഏത് പ്രിന്റിംഗ് പ്രസ്സിൽ ഏൽപ്പിക്കണമെന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നത് ആരാണ്? ഇത് സംബന്ധിച്ച് സത്യത്തിൽ ഗവൺമെൻറ് തലത്തിൽ ഉള്ള ഏജൻസികളുമായിട്ട് ഒരു സമായോജനവും ഇല്ല. ഇപ്പോൾ ഇവിടെ SCRT ഉണ്ട്, DD ഓഫീസും അതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റും ഉണ്ട്, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഉണ്ട്. ഇതൊക്കെ ഒന്നിച്ചു ചേർത്ത് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഒന്നിച്ചാക്കി എന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ ഹയർ സെക്കൻഡറിൻ്റെ പരീക്ഷാ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് തന്നെയാണ്. ആ പരീക്ഷാ വിഭാഗമാണ്. അതിൻ്റെ ഫാക്കൽറ്റികളെ കൊടുക്കുന്നത് ഹയർ സെക്കൻഡറിയാണ്. SCRT നോക്കൂത്തിയായി നിൽക്കുകയാണ്. അതിൽ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വേറെ നേരിട്ട് പങ്കൊന്നുമില്ല. അവിടെ ഒരു വർക്ക്ഷോപ്പ് നടത്തി പോവുക എന്നുള്ളൊരു ചുമതല മാത്രമാണ് ഇപ്പോൾ SCRT നിർവഹിക്കുന്നത്. ഡയറ്റുകളുടെ മുകളിൽ SCRTക്ക് നിയന്ത്രണമില്ല. അത് പറയുന്നത് SSK ആണ് 1 മുതൽ 7 വരെ ചോദ്യപേപ്പറുകൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു സമായോജനമോ ഇതൊരു ഗൗരവതരമായി കണ്ടുകൊണ്ട് ഒരുമിച്ചാക്കി ചെയ്യുന്നതിനോ ഇതിൻ്റെ കൃത്യമായ നിയന്ത്രണം ഏതെങ്കിലും ഒരു ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കുന്നതിനോ ഒന്നും സർക്കാരിന് താല്പര്യമില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു അലംഭാവത്തോടു കൂടി വേണ്ടത്ര ഗൗരവ സ്വഭാവത്തോടെ കാണാതെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് പോകുന്നത്. ഇതാരോട് ചോദിച്ചിട്ടാണ് CAPTന് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ഏജൻസിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർക്ക് കൊണ്ടുപോകാൻ വാഹന സൗകര്യം ഉണ്ട് എന്നുള്ളതാണ്. ഗവൺമെൻറ്റിൻ്റെ ഏജൻസി തന്നെയാണ്, അതിലൊന്നും കുഴപ്പമില്ല. ഇപ്പുറത്ത് KPBS ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചോർച്ചയ്ക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കൃത്യമായ ഗവേഷണ ഏജൻസികളും മറ്റ് ഏജൻസികളും ഉള്ളിടത്താണ് ഈ സംഭവങ്ങൾ. ഇനി പരീക്ഷാ പേപ്പർ തയ്യാറാക്കുന്നു, 2 സെറ്റ് പരീക്ഷാ പേപ്പർ അല്ലല്ലോ. ഡയറ്റിന് വേണമെങ്കിൽ 8, 9, 10 ക്ലാസ്സുകളിലേക്ക് നിരവധി ചോദ്യ പേപ്പറുകൾ ഉണ്ടാക്കാം. അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കാം. എന്നിട്ട് ജില്ലകളിൽ വിതരണം ചെയ്യുന്നത് പ്രത്യേകമാക്കാം. അതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ
ഏറ്റവും നൂതനമായ ഒരുപാട് സാങ്കേതിക വിദ്യകൾ കയ്യിലുണ്ടാവുമ്പോഴാണ് ഈ പരമ്പരാഗതമായിട്ട് നേരത്തെ തന്നെ ചെയ്തു പോരുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സർക്കാർ വീണ്ടും വീണ്ടും അപകടത്തിൽ പോകുന്നത്. എന്നിട്ട് അത് ഒരു പ്രാവശ്യം ഒരു തെറ്റ് വരുമ്പോൾ അതിനെക്കുറിച്ച് ഗൗരവതരമായി അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല. അത് നടന്നിട്ടില്ല. അല്ല, അത് ചോദിച്ചു ശ്രീ അരവിന്ദൻ. അതായത് ഒരു തവണ ഈ പ്രശ്നം ഉണ്ടാകുന്നു, രണ്ടാമത്തെ തവണയും ഈ കളവ് ആവർത്തിക്കുന്നു. അപ്പൊ മൂന്നാമത്തെ തവണ സ്വാഭാവികമായും ഒരു ആത്മവിശ്വാസം ഉണ്ടാകുമല്ലോ, ഇങ്ങനെ ചെയ്താൽ പിടിക്കപ്പെടില്ല എന്നുള്ളത്. മാത്രമല്ല, താൻ നോക്കൂ, ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ അതേപടി പ്രെഡിക്റ്റ് ചെയ്ത ഒരു ഓൺലൈൻ ചാനൽ ഇവിടെ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായും ബോർഡ് എക്സാം ആകുമ്പോഴത്തേക്കും നാട്ടിലുള്ള മുഴുവൻ കുട്ടികൾ, ഇപ്പോൾ തന്നെ കുട്ടികളും അധ്യാപകരും ഒക്കെ ഈ പറയുന്ന MS സൊല്യൂഷൻസിന്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾ അതിന്റെ പേര് വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ബോർഡ് എക്സാമിന് ഇത്രയും മത്സര ബുദ്ധിയോടെ സമീപിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം എന്ന നിലയ്ക്കും മാതാപിതാക്കൾ അടക്കമുള്ളവരെല്ലാവരും ചേർന്ന സമൂഹം എന്ന നിലയ്ക്കും സ്വാഭാവികമായും വലിയ ലാഭമുണ്ടാകുമല്ലോ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇംഗ്ലീഷിൻ്റെ മോർണിംഗ് ക്ലാസ്സിലേക്ക് വന്ന ആ ഇംഗ്ലീഷ് പരീക്ഷയുടെ ദിവസം കുട്ടി പറയുകയാണ് ഇന്നെന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം മതി. കാരണം അവർ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാണ്, അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യത തകർക്കരുത് എന്നാണ് KPSTക്ക് പറയാനുള്ളത്. നേരത്തെ സ്കൂളിലേക്ക് കുട്ടികൾ വന്നത് പരീക്ഷാ സമ്പ്രദായവും പാഠ്യപദ്ധതി പരിഷ്കരണവും ഒക്കെ നല്ല രീതിയിൽ നടന്നതുകൊണ്ടാണ്. ഈ പരീക്ഷാ സമ്പ്രദായവും പാഠ്യപദ്ധതി പരിഷ്കരണവും ഒക്കെ ആക്ഷേപം ഉണ്ടാകുന്ന രീതിയിലേക്ക് പോയാൽ ഇപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കുട്ടികൾ കുറയുന്നു. ഇത്തരം ആക്ഷേപങ്ങൾ ആരെയാണ് സഹായിക്കുക എന്നുള്ളത് കൂടി വിദ്യാഭ്യാസ വകുപ്പ് ഗൗരവതരമായി പരിശോധിക്കണം. അധ്യാപകരാണ് കൊഴിഞ്ഞു പോകുന്നത്. ഏതെങ്കിലും കുറ്റക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെറ്റുകാരുണ്ടെങ്കിൽ, ഒറ്റുകാരുണ്ടെങ്കിൽ, അങ്ങനെ അതിന് പറയാൻ പറ്റൂ, ആ ആളുകളെ കർശനമായി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. ആ ഉത്തരവാദിത്വം പോലും സർക്കാർ കൃത്യമായി നിറവേറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞല്ലോ, ഒരു മാഫിയ സംഘത്തിന് വിദ്യാഭ്യാസ വകുപ്പിനെ കീഴടക്കാൻ കഴിയുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പരാജയം അല്ലാതെ വേറെ ആരുടെ പരാജയമാണ്? ഇത് നിരന്തരമായി ആവർത്തിക്കപ്പെടുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പരാജയമല്ലേ? ഇപ്പോഴും കുറ്റക്കാർക്കെതിരെ ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് ഏത് ഏജൻസി ആയാലും സാമാന്യവൽക്കരണം നടത്തിയത് ശരിയായില്ല. അധ്യാപകരാണ്, ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് ജീവനക്കാരാണ്. അവരൊക്കെ ആരാണ് കുറ്റക്കാർ എന്നുള്ളത് പൊതുസമൂഹത്തിന് മുന്നിൽ പറയണം. ഈ കുറ്റക്കാരായി കാണിച്ചുകൊണ്ട് ഈ പൊതുസമൂഹവും ഈ ജീവനക്കാരും അധ്യാപകരും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടൽ ഉണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കരുത്. കുറ്റക്കാരാരാണോ ആ ആളുകളെ കൃത്യമായി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും കർശനമായ നടപടികൾ എടുക്കാനും എൻ്റെ സംഘടന KPSTയെ ഈ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ശരി, ശ്രീ നജാഫ്, നോക്കൂ, ഇപ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാമിലുള്ള പല വീഡിയോകളും ലഭ്യമല്ല. അത് അങ്ങനെ തന്നെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പോലീസിന്റെ കണ്ണെത്തുന്നില്ല എന്നേ ഉള്ളൂ. കൃത്യമായി നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നുണ്ട്, കൃത്യമായി ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്, അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, പല രാഷ്ട്രീയ അക്രമ സംഭവങ്ങളിലും അതിനപ്പുറത്തൊരു മന്ത്രി രാജിവെക്കേണ്ടി വന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഉള്ള വീഡിയോ പോലും പിന്നീട് അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു പോയ നമ്മുടെ പോലീസാണ്. അവർക്ക് ഒരാൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഇൻസ്റ്റഗ്രാം വീഡിയോ വീണ്ടും ഇനി എടുത്ത് അതിന്റെ പേരിൽ ഈ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് വിചാരിക്കേണ്ടതുണ്ടോ? ഇതിൽ വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ടെന്ന് എല്ലാവരും പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണല്ലോ. കാരണം സർക്കാർ ആത്മാർത്ഥമായാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നതിന് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ ഒരു ഉദാഹരണവും ഇല്ല. പിന്നെ നേരത്തെ അബ്ദുറബ്ബ് മന്ത്രിയായ കാലത്ത് നടന്ന വിഷയങ്ങളെ പറ്റി സൂചിപ്പിച്ചു. പക്ഷേ ഞാനതിൽ ഈ മാധുവിൻ്റെ ഈ ഫ്ലെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ വെല്ലുവിളിക്കുകയാണ്. ആ കാലത്ത് ഏത് എക്സാമിനേഷൻ്റെ ചോദ്യപേപ്പറാണ് ചോർന്നത്? അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ പറ. പക്ഷേ നമ്മൾ അന്ന് ചർച്ച ചെയ്ത ഒരു കാര്യം, ഈ എക്സാം പേപ്പറിൻ്റെ മുകളിൽ ചന്ദ്രക്കലയുണ്ട് എന്ന ചർച്ചയായിരുന്നു ചാനലുകളിൽ വലിയ വാർത്തയായത്. എന്ന് പറഞ്ഞാൽ 5 സെറ്റുകളാണ്. ഇന്ന് 2 സെറ്റുകളാണെന്ന് പറഞ്ഞല്ലോ, 2 സെറ്റുകളെ കുറിച്ച് പറഞ്ഞല്ലോ. 5 സെറ്റുകളായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. 5 തമ്മിലുള്ള വ്യത്യസ്തതകൾ അത് പലതരത്തിൽ മാർക്ക് ചെയ്യപ്പെട്ടിരുന്നു. വിളക്കായും നക്ഷത്രക്കലയായും ഒക്കെ മാർക്ക് ചെയ്യപ്പെട്ടിരുന്നു എന്ന രൂപത്തിൽ വലിയ ചർച്ച. അതിൽ ചന്ദ്രക്കല അബ്ദുറബ്ബ് മനഃപൂർവ്വം ചോദ്യപേപ്പറിലേക്ക് കൊണ്ടുവന്നു എന്നുപോലുള്ള വാർത്തകളെ അന്ന് ഉണ്ടായിട്ടുള്ളൂ. അത് തെറ്റിദ്ധാരണ പരത്തരുത്. ആ കാലത്ത് തന്നെയാണ് നമ്മളെ വിദ്യാഭ്യാസ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ അക്കാഡമിക്കിൽ, നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ മാറ്റം വന്ന സാഹചര്യം. അതാണ് ഇന്നും ചർച്ചകളല്ലാതെ നമ്മുടെ ഒരു സിസ്റ്റത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. പാഠപുസ്തകം കാലോചിതമായി മാറ്റം വന്നിട്ടില്ല. ചർച്ചകൾ മാത്രം ബാക്കിയാണ്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞല്ലോ, ഒരു വലിയ ഗ്യാങ്, സോൾവർ ഗ്യാങ് എന്നൊരു ഗ്യാങ് ആണ് ഇന്ത്യയിലെ മുഴുവൻ നീറ്റ് എക്സാമുകളെയും അട്ടിമറിക്കാൻ വേണ്ടി പിറകിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഒക്കെ നടന്നിരുന്നു. അന്ന് CBI ഈ അന്വേഷണത്തിൻ്റെ പിറകെ പോകുമ്പോൾ പ്രധാനമായി കണ്ടെത്തിയ നമുക്കറിയുന്നത് പോലെ അവരുടെ
എല്ലാ ഇത്തരം ഡാറ്റകളെല്ലാം കൈമാറിയതിൻ്റെ വിവിധങ്ങളായ സോഷ്യൽ ആക്റ്റീവായ ആപ്പുകൾ അതെല്ലാം പരിശോധിച്ച് അതിൽ നിന്നും ഡാറ്റ എടുക്കാൻ ശ്രമം നടന്നു. തിരുവനന്തപുരത്തെ PSCയുടെ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആ സെക്കൻഡിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് ഒരു ആപ്ലിക്കേഷൻ വഴി അയച്ചു കൊടുത്താണ് എന്നതായിരുന്നു അന്നത്തെ കണ്ടെത്തൽ. അതും കണ്ടെത്തി അന്വേഷണത്തിൻ്റെ ഭാഗമായി സമയമെടുത്ത് ആണ് അത് കണ്ടെത്തിയത്. ഞങ്ങൾ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണ് പരിശ്രമമെങ്കിൽ കൃത്യമായി ഇതിൻ്റെ പിറകിലാരെന്ന് കണ്ടെത്താൻ കഴിയും. അതിൽ നേരത്തെ പറഞ്ഞതുപോലെയല്ല, നമുക്ക് ഇതുപോലെ പ്രിൻറ്റിംഗ് ഏരിയയിൽ മാത്രമല്ല പ്രശ്നമുള്ളത്. DTP എടുക്കുന്ന സ്ഥലത്ത് അത് ആരാണ് എടുക്കുന്നത്? അത് വിദ്യാഭ്യാസ ഈ സംവിധാനം നിയന്ത്രിക്കുന്ന ആളുകൾ എന്ന നിലക്ക് ആരൊക്കെയാണ് അതിൻ്റെ പിറകിലുള്ളത്? ആ ഓഫീസിൽ ആരൊക്കെയാണ് ഇത് അറിയുന്നത്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നിരന്തരമായി നടക്കുകയും ഇവർക്ക് തമ്മിൽ കച്ചവട ബന്ധം ഉണ്ടാവുകയും ചെയ്യുന്നതിൻ്റെ പിറകിലുള്ള കാരണം ഞാൻ പറയാം. അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ സർക്കാർ നടത്തുന്ന പല പദ്ധതികൾക്കും പിറകിൽ സ്പോൺസറായി നമ്മുടെ നാട്ടിലെ സ്വകാര്യ ഏജൻസികൾ വരാറുണ്ട്. നിങ്ങൾ കോഴിക്കോട്ടെ ഏറ്റവും വലിയ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നിയന്ത്രിക്കുന്ന, ട്യൂഷൻ സംവിധാനം നിയന്ത്രിക്കുന്ന സൈലം, അല്ലെങ്കിൽ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇതിൽ പലരും സൂചിപ്പിച്ച ഈ പറയുന്ന MS സൊല്യൂഷൻസ്, ഇതുപോലുള്ള ചെറുകിടക്കാർ മാത്രമല്ല വൻകിടക്കാരായ ആളുകൾ പോലും ഇത്തരം പരിപാടികൾ സ്പോൺസർ ചെയ്യുന്നു. ഇവർക്കിടയിൽ ഒരു ബന്ധം ഉണ്ടാവുന്നു. ആ നെക്സസ് മെല്ലെ മെല്ലെ വളർന്ന് ഇവർക്കിടയിൽ ഒരു കച്ചവട ബന്ധം ഉണ്ടാവുന്നു. അതുതന്നെയാണ് ഇതിൻ്റെ പിറകിൽ. എല്ലാം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം, അതുവഴി ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന സോഴ്സുകൾ അവർക്കുണ്ടാവുന്നു. ഇതൊക്കെ ഉപയോഗപ്പെടുത്തി കൃത്യമായ അഴിമതി നടത്താനും വിൽക്കാനും ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ടാവും. ഇതന്നെയാണ് പ്രശ്നം. ഈ പ്രശ്നത്തെ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ പറയുന്നത്, ഇത് പഴയ ഒരു സിസ്റ്റം തകർത്ത് പൂർണ്ണമായി ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരു മന്ത്രിയായി ഈ മന്ത്രി മാറി. ഇയാൾ ഇതൊന്നും അറിയുന്നില്ല. എന്തൊക്കെയോ സംഭവിക്കുന്നു, എന്തൊക്കെയോ നടക്കുന്നു. കൃത്യമായി ഒന്നും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനോ പറയാനോ കഴിയുന്നില്ല. ഈ വിശ്വാസ്യത തകർന്നുകൊണ്ടിരിക്കുന്നു. എക്സാമിനേഷനിൽ വിശ്വാസ്യതയില്ല. നമ്മുടെ സിസ്റ്റത്തെ ആളുകൾ, പൊതുവിദ്യാഭ്യാസത്തെ ആളുകൾ തള്ളിക്കളയുന്ന സാഹചര്യത്തിലേക്ക് ഇത് വരാൻ പോകുന്നു. ഇതൊക്കെ മുൻകൂട്ടി കണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഈ രൂപത്തിലല്ലേ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്. നമ്മൾ ഇതിന്റെ വിശ്വാസ്യത നേടിയെടുക്കണമെങ്കിൽ എന്താ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആദ്യമായല്ലോ അത് പറഞ്ഞല്ലോ, ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുന്നു. ആ ഉണ്ടാവുന്ന വിഷയങ്ങളിൽ കൃത്യമായി അന്വേഷണം നടക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് നമ്മൾ. ഞങ്ങളിവിടെ ഈ ഫ്ലയറിൽ ഇരിക്കുന്നത് ഞങ്ങൾ തെരുവിൽ തന്നെ സമരം നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടല്ലേ മാധു ഞങ്ങൾ വിളിക്കുന്നത്. ഞങ്ങൾ ഇതിൽ പോരാട്ട മുഖത്തുണ്ട്. അത് അദ്ദേഹം ഫേസ് ചെയ്യണ്ടേ? ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള അധ്യാപകർ, അതിനപ്പുറത്ത് രക്ഷിതാക്കൾ, അവരൊക്കെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ, നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ, കുട്ടികൾ പറഞ്ഞ് മാഷേ ഞങ്ങൾക്ക് ഇന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം മതി, അതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? ഇത് തകർന്ന് തരിപ്പണായില്ലേ? ഇത് ആർക്കു വേണ്ടിയാണ് തകർക്കുന്നത്? ഇവിടെ ചില വിദ്യാർത്ഥി നേതാക്കന്മാർക്ക് അവരുടെ സൗകര്യത്തിന് വേണ്ടി, അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി വിറ്റ് തൊലച്ചതൊക്കെ കണ്ടു. അതും കഴിഞ്ഞിപ്പോൾ ഈ താഴെക്കിടയിലേക്ക് LP UP ഹൈസ്കൂൾ +2 ഇത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം വിറ്റ് തൊലച്ചു. ഇത് അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ മാറ്റി എഴുതാതെ ഇതിന് പരിഹാരം ഉണ്ടാവില്ല. അതിന് ന്യായീകരിക്കാൻ നന്നായി ഭരിച്ചൊരു കാലത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പല്ലിളിച്ച് കാണിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ വസ്തുതാപരമായി ഈ ഫ്ലോറിലിരുന്ന് വെല്ലുവിളിക്കുന്നു. ആ കാലവും ഈ കാലവും തമ്മിൽ ചേർത്ത് വെച്ചൊരു ഡിബേറ്റിനുണ്ടോ? ഞങ്ങൾക്ക് പറയാം. റാഷിദ്, ഇപ്പൊ നോക്കൂ, റാഷിദ് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ വിവാദം ഉണ്ടായ സമയത്ത് ഇദ്ദേഹത്തിന് മുൻകാല വീഡിയോകൾ നിങ്ങൾ എടുത്ത് നോക്കുമ്പോഴാണ് അതിൽ സ്ത്രീവിരുദ്ധമായ, വിദ്യാർത്ഥികളുടെ മുന്നിൽ പറയാൻ കഴിയാത്ത, അതാ ഈ ഒരു ചർച്ചയുടെ ഫ്ലോറിൽ നിന്ന് റാഷിദ് വിവരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പരാമർശങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നത്. അത് വീണ്ടും നിയമ നടപടികളിലേക്ക് പോകുന്നത്, പരാതികളാവുന്നത്. ഇത് പ്രാഥമികമായി പരിശോധിക്കേണ്ടത് ആരാണ് റാഷിദ്? ഇവിടുത്തെ സൈബർ സംവിധാനങ്ങൾ, ഇവിടുത്തെ പോലീസ്, ഇവരൊക്കെയല്ലേ ഇത് ചെയ്യേണ്ടത്? ശരിയാണ്, രാഷ്ട്രീയ പാർട്ടികൾക്ക്, നിങ്ങളുടേതടക്കമുള്ള യുവജന സംഘടനകൾക്ക് അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. അതിനപ്പുറത്ത് നിയമപരമായ ഉത്തരവാദിത്തമുള്ളവർ ഇത് ചെയ്യുന്നില്ല എന്നുള്ളത് കൂടിയില്ലേ? ഇല്ല മാധു, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ എൻ്റെ സുഹൃത്തുക്കളും മാധുവും പറഞ്ഞു, നമുക്ക് ചോദ്യപേപ്പർ ചോർച്ച എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ഒരു വിഷയം നടക്കുമ്പോൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനം ഒന്നടങ്കം മോശമാണെന്ന് നമുക്ക് പറയാൻ സാധ്യമാകില്ല. കാരണം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനം ഈ രാജ്യത്ത് തന്നെ മാതൃകയാണ്. അപ്പോൾ ഇത്തരമൊരു വിഷയം വരുമ്പോഴേക്കും ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് AIYFൻ്റെ ഒരു ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് പരാതി കൊടുത്തതും. പരാതിക്ക് പിന്നാലെ നമ്മൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർക്കാർ ശക്തമായി അതിന് നടപടിയെടുക്കുമെന്ന് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നിട്ട് പോലും പരാതി കൊടുത്തത്. അത് കൃത്യമായി മനസ്സിലാക്കണം. നേരത്തെ മാധു സൂചിപ്പിച്ചു ഈ ലിങ്കുകൾ ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ടെന്ന്. ഒരിക്കലുമില്ല. ഞാനത് CIയോടും SIയോടും കൃത്യമായി സംസാരിച്ചിട്ടുണ്ട്.
സാറ് ഈ ലിങ്കുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് അത് റിക്കവർ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് പേടിക്കേണ്ടതില്ല, വളരെ വേഗത്തിൽ തന്നെ അവർ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്, അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ ഇന്ന് വൈകുന്നേരമാണ് ഈ പരാതി കൊടുത്തത്. മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രസംഗം കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളുടെയും പക്കലുണ്ട്. അത് കേരളത്തിൽ ഈ പറയുന്ന പരിപാടി സംഘടിപ്പിച്ച ആളുകൾ തന്നെ അത് ലൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു വിഷ്വല് പരിശോധനയ്ക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ ആളുകളാണ് നമ്മുടെ പോലീസുകാർ. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അവിടെ നിന്ന് യൂത്ത് കോൺഗ്രസ്സുകാരെ വഴിയിലിറങ്ങി മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് ഞങ്ങളുടെ എല്ലാം പക്കലുണ്ട്. പരിശോധനയ്ക്ക് കിട്ടിയില്ല എന്ന് ആദ്യഘട്ടത്തിൽ പറയുകയും പിന്നീട് അതിനെ ഫോറൻസിക് പരിശോധന കിട്ടുന്നതിന് മുൻപ് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്ത പോലീസാണ്. ഈ പറയുന്ന പോലീസാണ് അന്വേഷിക്കുമെന്ന് പറയുന്നത്. രാഷ്ട്രീയ ആത്മവിശ്വാസം ഉണ്ടായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അത്ര പോരാ. ഇല്ല, തീർച്ചയായിട്ടും ഒരിക്കലും സാധ്യമല്ല. കാരണം നമ്മൾ ജീവിക്കുന്ന യുഗം ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇല്ല, അത് പോലീസിന്റെ ഭാഗത്ത് സർക്കാർ നടപടിയെടുക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾ പൂർണ്ണ വിശ്വാസമുണ്ട്. പൂർണ്ണമായി ഇതിന്റെ പിന്നാലെ തന്നെ ഞങ്ങൾ നാളെ ഇതിനെ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അത് പോലീസിനെ കൊണ്ട് അത് നിർബന്ധമായും നമ്മൾ ചെയ്യിപ്പിക്കും. സർക്കാരിൽ അതിൽ സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ശരി. അല്ല, ഞാൻ രാഷ്ട്രീയത്തിനോട് ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന പരിശോധന നിങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ട് നടത്തിയ പരിശോധന സ്വാഭാവികമായി ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിയമ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും അത് പരിശോധിക്കുന്നുണ്ടെന്നാണ് ഇന്ന് വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് ഈ മാതൃഭൂമിന്റെ ഫ്ലോറിലേക്ക് വരുന്നതിന് മുമ്പും എനിക്ക് കിട്ടിയ വിവരം. വളരെ കൃത്യമായ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം, ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങൾ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ ഉടനീളം വന്നിട്ടില്ലായിരുന്നു. ഇത് വന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വിഷയങ്ങൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതുകൊണ്ട് അന്വേഷിക്കാനുള്ള സമയം നമുക്ക് കൊടുക്കാവുന്നതാണ്. ഏതായിരുന്നാലും നമ്മളെ ലക്ഷ്യം AYFനെ സംബന്ധിച്ചിടത്തോളം ഇതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാവുക എന്നതാണ്. ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു. ഞങ്ങൾ ഇതിന് പിന്നാലെ ഉണ്ടാകും, ഇതിനെതിരെ നടപടി സ്വീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നാണ് എൻ്റെ സുഹൃത്ത് MSFന്റെ സുഹൃത്തിനോട് കൂടി പറയാനുള്ളത്. ശരി. ശ്രീ റെജി ലൂക്കോസ്, ശരിയാണ്, ഒരു ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. സ്വാഭാവികമായും ഇതിനേക്കാൾ കൃത്യമായും സുരക്ഷിതമായിട്ടുമായിരിക്കും ബോർഡ് എക്സാമിന്റെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതും അത് പ്രിന്റിങ്ങിന് കൊണ്ടുപോകുന്നതും അടക്കമുള്ള കാര്യങ്ങളെല്ലാം. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇതിങ്ങനെയെങ്കിൽ അതും അങ്ങനെയല്ലേ എന്ന രീതിയിൽ ബാലിശമായി വാദിക്കേണ്ടതൊന്നുമില്ല. പക്ഷേ ഒരാശങ്ക സ്വാഭാവികമായും ഉണ്ടാവുകയും ചെയ്യും. കാരണം തുടർച്ചയായ പരീക്ഷകളിൽ ഇത് ആവർത്തിച്ചു വരുന്നത് കൊണ്ട് ഇനിയും അങ്ങനെ സമീപിക്കുമോ ചിലരെങ്കിലും എന്നൊരു ആശങ്കയും ഉണ്ടാകും. അത് പരിഹരിക്കേണ്ടതും സർക്കാരിന്റെ ബാധ്യതയാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതിനുള്ള സമയം അനുവദിക്കണം. കഴിഞ്ഞ 8 വർഷം കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് സ്കൂൾ തലങ്ങളിൽ വന്ന അഭൂതപൂർവമായ മാറ്റം, ഹൈടെക് സ്കൂളുകൾ, ആധുനിക രീതിയിലുള്ള കെട്ടിടങ്ങൾ, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള അധ്യാപകർ, ഇത് കേരളത്തിൽ വന്നിരിക്കുന്ന മാറ്റം അന്തർദേശീയ തലത്തിൽ പോലും ശ്രദ്ധേയമായതാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല പ്രത്യേകിച്ച് എയ്ഡഡ് സർക്കാർ സ്കൂളുകളിലേക്ക് ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഒരു ഒഴുക്കായിരുന്നു. അത് ചില സ്വകാര്യ കച്ചവട താല്പര്യമുള്ള സ്കൂൾ അധികൃതരെ പരിഭ്രാന്തിലാക്കിയിട്ടുണ്ട്. അതൊരു വസ്തുതാപരമായ, അതുകൊണ്ട് തന്നെ പല ആരോപണങ്ങളും, വസ്തുതാപരതയ്ക്ക് നിരക്കാത്ത പല ആരോപണങ്ങളും നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലകളെക്കുറിച്ച് ചില എന്താ പറയുക സ്ഥാപിത താല്പര്യമുള്ള ചിലർ കാലങ്ങളായിട്ട് ഇതിനെ ആരോപിക്കപ്പെടുന്നുണ്ട്. ഇവിടെ MSFന്റെ പ്രതിനിധി പറഞ്ഞത് എനിക്ക് ലജ്ജാകരമായിട്ട് തോന്നുന്നു. അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല പ്രത്യേകിച്ച് സ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായിരിക്കുന്നു, അവിടെ എന്തും നടക്കും, പൈസ കൊടുത്തിട്ടുണ്ട് എന്തും നടക്കും. അദ്ദേഹം സംസാരിക്കുന്ന മറ്റേതോ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഇപ്പോഴത്തെ ഈ സർക്കാരിൻ്റെ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ, അത്ഭുതകരമായ മാറ്റമാണ് നമ്മുടെ സ്കൂൾ തലത്തിലുണ്ടായിരുന്നത്. ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ചോദിക്കട്ടെ, ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ സ്കൂളുകളിലെ എയ്ഡഡ് സ്കൂളിൽ പോകാൻ കുട്ടികൾ മടിച്ചിരുന്നു, മാതാപിതാക്കൾ മടിച്ചിരുന്നു. കാരണം എന്താ അറിയോ, അതൊരു അഭിമാനത്തിൻ്റെ പ്രശ്നമായിട്ട് അവർ കണ്ടിരുന്നു. പക്ഷേ ഇന്നെങ്ങനെയാ? ഇന്ന് ഗവൺമെൻറ് സ്കൂളുകളിലും അതുപോലെ എയ്ഡഡ് സ്കൂളിലും പ്രവേശനം കിട്ടാനുള്ള മത്സരമാണ്. അപ്പോൾ ആർക്കോ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരം ദുരുദ്ദേശത്തോടുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റും. അങ്ങനെയൊന്നും പറയരുത്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിൽ കേരളം എഫോർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതും സ്കൂളുകളുടെ നവീകരണത്തിന്, അടിസ്ഥാന സൗകര്യ വികസനത്തിന്, സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ വരവിന് ഒക്കെ വലിയ തോതിൽ നമ്മൾ പ്രാധാന്യം നൽകിയ വർഷങ്ങൾ തന്നെയാണ് കടന്നുപോയിട്ടുള്ളത്. അതിലൊന്നും തർക്കമില്ല. പക്ഷെ നോക്കൂ, നമ്മൾ ഇതൊക്കെ അഭിമാനത്തോടെ പറയേണ്ടത് എപ്പോഴാണ്? നമ്മുടെ നേട്ടങ്ങളുടെ സമയത്താണ്, അല്ലേ? ഇത് നമ്മൾ സംസാരിക്കുന്നത് സംസ്ഥാനത്തെ പരീക്ഷാ സംവിധാനത്തിന് നേരെ ഏതെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനലുകൾക്ക് വരെ വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ്. അത് നാണക്കേടിന്റെ സാഹചര്യമാണ്. അവിടെ നമുക്ക് നേട്ടം എണ്ണി പറഞ്ഞ് അതിനെ ലഘൂകരിക്കാൻ കഴിയില്ലെന്നേ.
അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി ഈ തെറ്റുകളെല്ലാം ഏറ്റുപറയുകയും കുറ്റവാളികളെ പിടിക്കുകയെന്നും അതിൻ്റെ എല്ലാ സോഴ്സും അദ്ദേഹം വളരെ ഓപ്പണായിട്ട് തന്നെ സംസാരിച്ചു. അല്ലെങ്കിൽ അബ്ദുൾ റബ്ബിൻ്റെ കാലത്ത് ഇദ്ദേഹം പറഞ്ഞല്ലോ, കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഇതിന് നാണക്കേടായിരുന്ന 5 വർഷക്കാലം. ഓരോന്ന് വേണേൽ എടുത്തു പറയാം, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം അത് പറയാറുന്ന. കാരണം വിദ്യാഭ്യാസ മേഖലകളിൽ വേറെ ഇന്നലകളിൽ തന്ന വീഴ്ചകളുമായിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് സംസ്കാരം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പറയാറുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ആർക്കോ വേണ്ടിയിട്ടാണ് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളെ പോലും ആക്ഷേപിക്കുന്ന രീതിയിൽ അത് ഏതോ ഒരു ലോബിക്ക് വേണ്ടി സംസാരിക്കുന്ന പോലെയാണ് MSFന്റെ പ്രതിനിധിയോട് പറഞ്ഞത്. എത്ര ലജ്ജാകരമാണ്, എത്ര പ്രതിഷേധാർഹമാണ്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട ശിവൻകുട്ടിയെ അയാളെന്നൊക്കെ വിളിച്ചുകൊണ്ട് വളരെ മോശമായി സംസാരിച്ചു. ഞാൻ വളരെ ഉത്തരവാദിത്തോടെ പറയുന്നു, വിദ്യാഭ്യാസ വകുപ്പ് ശിവൻകുട്ടിയെ ഏൽപ്പിച്ച അന്ന് മുതൽ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുക. പക്ഷെ മനുഷ്യത്വപരമായിട്ട് ഈ വിദ്യാഭ്യാസ മേഖലയെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നൊരു മന്ത്രിയാണ്. അത് നിങ്ങൾ അതുമായിട്ട് പ്രവർത്തിക്കുന്നതിനായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലെ നിങ്ങൾ അവരോട് അന്വേഷിക്കേ. ഈ വീഴ്ച ഗുരുതരമാണെന്ന് ഈ ചർച്ച തുടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ മാത്രമല്ല പറഞ്ഞ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തന്റെ പത്രസമ്മേളനത്തിൽ കൃത്യമായി തുറന്ന് സംസാരിച്ചു കഴിഞ്ഞു. അവർക്കെതിരെയുള്ള അന്വേഷണങ്ങൾ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സഹയാത്രികനാണ്, ചേർന്ന് നടക്കുന്ന ഒരാളാണ്. അങ്ങയുടെ അതേ ഭാഷ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കരുത്. അങ്ങേക്ക് പാർട്ടിയുടെ താല്പര്യവും പാർട്ടിയുടെ നേതാക്കളോടുള്ള ആഭിമുഖ്യവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരിക്കും. അത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ, സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയുള്ള വിമർശനം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ സംഘടനകൾ സ്വാഭാവികമായും ആ രീതിയിലാണ് സംസാരിക്കുക. അയാളെന്ന് വിളിക്കുന്നതൊക്കെ അവനവന്റെ സൗകര്യവും അവനവന്റെ തീരുമാനവും ഒക്കെയാണ്. ഞാൻ പൊതുവെ ഇപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ ചർച്ചകളിൽ രാഷ്ട്രീയ നേതാക്കളോ പ്രതിനിധികളോ സംസാരിക്കുന്ന ഭാഷയെ സംബന്ധിച്ച് അവരുടെ പാർട്ടിയുടെ താല്പര്യം, പാർട്ടിയുടെ രീതി എന്ന നിലയ്ക്ക് മാത്രമാണ് എടുത്തു പോകാറ്. അപ്പോൾ അത് തിരുത്താൻ പോകേണ്ട, ആരെയും രാഷ്ട്രീയം പഠിപ്പിക്കേണ്ടത്, ആരുടെയും ഭാഷ പരിരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യം ഇല്ല എന്ന് ഇന്നലത്തെ ചർച്ചയിലും പറഞ്ഞു പോയതാണ്. അത് മാന്യതയുടെ സകല സീമകളെയും ലംഘിക്കുന്ന സമയത്ത് ഇടപെടുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതൊക്കെ അവനവന്റെ തീരുമാനവും രാഷ്ട്രീയ ബോധ്യവും ഒക്കെയാണ് ഒരു പരിധി വരെ. അല്ല മാധു, ഞാൻ അതൊക്കെയൊക്കെ പറഞ്ഞതേ അതിലേക്ക് ഇവിടെ അതല്ലല്ലോ വിഷയം. കാതലായ പ്രശ്നത്തിലേക്കല്ലേ നമ്മൾ ചർച്ച കൊണ്ടുപോകേണ്ടത്. അതായത് നമ്മൾ ഏത് വിഷയം രാഷ്ട്രീയ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഡിബേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്ക് നമുക്ക് നുണ പറയാം. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ രാജ്യാന്തര തലത്തിൽ ഉയർത്തിക്കാട്ടുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം മേഖലയിൽ വന്ന അത്ഭുതകരമായ വളർച്ച, നമ്മുടെ കുട്ടികൾ ഒരു കാലത്ത് അറച്ചു നിന്നിരുന്ന വിദ്യാഭ്യാസ നമ്മുടെ സ്കൂളുകളിലേക്ക്, സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേക്ക് പ്രവേശനം നേടുന്നതും ഒക്കെ അതിനെയൊക്കെ തച്ചുടയ്ക്കുന്ന രീതിയിൽ വലിയ വ്യാപകമായിട്ട് നടക്കുമ്പോൾ നേട്ടങ്ങൾ എണ്ണി പറയുന്ന പരിപാടി നടത്തിയാൽ മതിയോ? അതിന് പബ്ലിക് റിലേഷൻസ് വകുപ്പും പരസ്യ സംവിധാനവും ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ പരസ്യം ചർച്ച ചെയ്യാനല്ലോ നമ്മൾ ഇരിക്കുന്നത്. ഈ നാണംകെട്ട സംവിധാനം എങ്ങനെയുണ്ടായി? ഈ നാണംകെട്ട സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ടല്ലേ. അപ്പൊ അതിനെ ആരും വിമർശിക്കില്ലേ? മാധു, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് തെറ്റാണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു കുറ്റവാളികൾ ആരെങ്കിലും ഇതിനകത്ത് കൃത്യമായ രീതിയിൽ തെളിവോടുകൂടി പുറത്തു വന്നാൽ അവരെ ജയിലിൽ അടയ്ക്കണം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. സംവിധാനമല്ല. ഇങ്ങനെ ഒരു പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് സ്വാഭാവികമായും വലിയ റൂട്ടുണ്ടാകും. ആ റൂട്ട് എത്തി നിൽക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിനുള്ളിലേക്ക് തന്നെയാണ് എന്നത് സംബന്ധിച്ച് എന്താണ് സംശയം? ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങളോടെ തയ്യാറാക്കുന്ന ചോദ്യപേപ്പറുകൾ ചോർന്ന് യൂട്യൂബ് ചാനലുകൾക്ക് വരെ കിട്ടുന്ന സംവിധാനത്തെ വലിയ ബഹുമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഒക്കെ ഹർഷാരവത്തോടെയും ഒക്കെ പ്രകീർത്തിച്ച് സംസാരിക്കേണ്ടി വരുമോ? അല്ല, ഈ സംഭവത്തെ വിമർശിക്കേണ്ടത് തന്നെയാണ്. ആ വിമർശനം ഉൾക്കൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒരു തർക്കമില്ല കാര്യത്തിൽ. അതിൻ്റെ പേരിൽ ഇത്രയ്ക്കും എന്താ പറയുക, ഇത്രയ്ക്കും ഒരു ഞാൻ ആവർത്തിക്കുകയാണ്, ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ വലിയ രീതിയിലുള്ള അപ്ലോസ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശംസ നേടി കുതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകളിലൊക്കെ മുഴുവൻ തകർന്ന് തരിപ്പണമായി ഈ സർക്കാർ ഈ ഒറ്റ വിഷയത്തോടുകൂടി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തകർന്നെന്ന് പറഞ്ഞാൽ മറ്റേതോ ഒരു വിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലോകത്തിന് മുമ്പിൽ നമ്മളെ നാണം കെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനെ വിമർശിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഈ ചർച്ചയുടെ തുടക്കം മുതൽ ആ കുറ്റകൃത്യത്തിന് അത് തെറ്റാണെന്ന് തന്നെ ഈ ചർച്ചയെ പറയാനുള്ള കാരണം. അവരെ ശിക്ഷിക്കപ്പെടണം. ഒരു സർക്കാർ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ഞാനിപ്പോൾ മനസ്സിലാക്കിയതനുസരിച്ചാണ് DG പോലീസിന്റെയും സൈബർ സെല്ലിന്റെയും അതീവ ഗുരുതരമായ ഈ ആരോപണത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെ അതിനെ കണ്ടെത്താനായിട്ടുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തെറ്റിയിട്ട് പറ്റാത്ത ഒരു സംവിധാനം ഈ ഭൂമിയിലുണ്ടോ? നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോളം അത് ഏത് ഗവൺമെന്റ് ഭരിച്ചാലും
നമ്മുടെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് നമുക്ക് അഭിമാനമാണ്, ഒരു തർക്കമല്ല കാര്യത്തിൽ. നമ്മളൊക്കെ ആ കടമ്പ കടന്ന് വന്നിട്ടുള്ളവരാ. അപ്പോൾ അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് സർക്കാർ നേടിയെടുത്തിരിക്കുന്ന നേട്ടങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസപരത്തിൽ നമ്മുടെ കുട്ടികൾക്കും എത്രയോ കോടിക്കണക്കിന് രൂപയാണ് ഈ കുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്നും ഓൾ ടുഗദർ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ നിത്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പണം പോലും ഊറ്റിയെടുക്കുന്ന അത്തരം മേഖലകളിൽ നിന്നും സർക്കാർ സ്കൂളിലേക്ക് എയ്ഡഡ് സ്കൂളിലേക്കും കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള മാറ്റം കൊണ്ടുവന്നൊരു സമ്പ്രദായത്തെ മറ്റാർക്കോ വേണ്ടിയിട്ട് ദുരിതാശ്വാസപരമായിട്ട് ഈ ആരോപിച്ച് സർക്കാർ കൊണ്ടുവരുന്ന ഏത് പദ്ധതിയും ലോകത്തിന് മുമ്പിൽ ക്രിയാത്മകമായ ഏത് പദ്ധതിയും അത് അംഗീകരിക്കപ്പെടുന്നതിനൊപ്പം തന്നെ അത് അതിന്റെ ഉത്തരവാദിത്തമാണ് എന്ന നിലയ്ക്കാണ് പൊതുജനം കാണുന്നത്. അത് സർക്കാരുകളിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തമാണ്. അതിനപ്പുറത്തേക്കുള്ള വീഴ്ചകളിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക, വിമർശനങ്ങൾ ഉണ്ടാകുക. അത് പൊതുസമൂഹത്തിന്റെ ഒക്കെ ഉത്തരവാദിത്തമാണ് ആ ചോദ്യങ്ങൾ ഉയർത്തുക എന്ന് പറയുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള വിമർശനം ഉന്നയിക്കണം എങ്കിൽ കാലങ്ങളായി ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് മാത്രമേ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് വലിയ മാടമ്പി സ്വഭാവമാണ്. അതൊന്നും അംഗീകരിക്കപ്പെട്ടു പോകില്ല ജനാധിപത്യ സമൂഹത്തിൽ. ശ്രീ പി കെ അരവിന്ദ്, അങ്ങ് നേരത്തെ എണ്ണി പറഞ്ഞു കുറെ കാര്യങ്ങൾ. നമുക്ക് ഈ പറയുന്ന സംവിധാനത്തിനുള്ളിൽ വരുത്താൻ കഴിയുന്ന പല മാറ്റങ്ങൾ, അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിപ്ലവകരമായ നിർദ്ദേശങ്ങളൊക്കെ നമുക്കുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്കിത് വൈകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയാത്തത്? എന്നോടല്ല ചോദ്യം, അല്ല അങ്ങയോടല്ല, ശ്രീ പി കെ അരവിന്ദനോടാണ്. കഴിഞ്ഞ 8 വർഷമായി മാത്രമല്ല കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരങ്ങൾ ഉണ്ടായത്. അതിനു മുമ്പും ഭൗതിക സാഹചര്യ വികസനങ്ങളൊക്കെ അതിനു മുമ്പേ വന്നതാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ തുടക്കത്തിൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കുട്ടികൾ വന്നത് അന്നത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും പാഠ്യപദ്ധതി പരിഷ്കരണവും പരീക്ഷാ സമ്പ്രദായം തിരിച്ചു കൊണ്ടുവന്നതുമാണ്. ഇപ്പോൾ പരീക്ഷാ സമ്പ്രദായം അവതാളത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ 3 വർഷം കൊണ്ട് കേരളത്തിൽ ഏതാണ്ട് 3 ലക്ഷത്തിനടുത്താണ് കുട്ടികൾ കുറഞ്ഞിട്ടുള്ളത്. നാസ് പരീക്ഷയിലും ഭാരതീയ നിപുൺ സർവേയിലൊക്കെയുള്ള പിന്നോക്കം പോക്ക് ഞാൻ ഇവിടെ എടുത്തു പറയുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഇതിനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന പരീക്ഷാ സമ്പ്രദായമാണ് ഇപ്പോൾ തകരാറിലായിട്ടുള്ളത്. വകുപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിക്കുന്നു വിചാരിക്കുകയാണ്, വകുപ്പുകളുടെ ഒരു സമായോജനവും ഇവിടെ ഇല്ല. ഇവിടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഉണ്ട്, SSK ഉണ്ട്, SCRT ഉണ്ട്, ഡയറ്റുണ്ട്. ഡയറ്റും SCRT ഗവേഷണ ഏജൻസികളാണ്. ആ ഡയറ്റിന് മുകളിൽ SCRTക്ക് നിയന്ത്രണമില്ല. SSKക്ക് മുകളിൽ DGക്ക് പൂർണ്ണമായ നിയന്ത്രണങ്ങളില്ല. ഇതെല്ലാം സമായോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള സംവിധാനമില്ല. ഇത് ഒന്നിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്ന സംവിധാനമാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മൊത്തത്തിലുള്ള കാദർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സമായോജനം. പക്ഷേ ഹയർ സെക്കൻഡറിയിലെ പരീക്ഷ നടത്തുന്നത് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റാണ്. ഇതിൻ്റെ ചുമതല അതിൻ്റെ പരീക്ഷാ വിഭാഗത്തിനാണ്. ആ ഫാക്കൽറ്റികളെ തിരഞ്ഞെടുത്തത് ആ വിഭാഗമാണ്. വരാനിരിക്കുകയാണ്. അതിലേക്ക് കൂടുതൽ ജാഗ്രത വെച്ചു പുലർത്തും സംവിധാനമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഇത്തരം വിവാദം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ എവിടെയൊക്കെ മാറ്റം വരുത്താമോ അവിടേക്കൊക്കെ സംവിധാനത്തിന്റെയും സർക്കാരിന്റെയും ശ്രദ്ധ എത്തട്ടെ എന്ന് പ്രതീക്ഷിച്ച് മാത്രം മുന്നോട്ട് പോകാം. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്ക്. പ്രേക്ഷകർ.